ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിധാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. നിതായ് ഗൗര ഹരി ബോൾ. ജയം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃച്ചാചാര്യ സ്തോത്ര ശതൈ അഭയാര ചരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. अनंत कोटि वैष्णवृद्धि की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रमया सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒപ്പം എൻ്റെ ശിക്ഷാ ഗുരുക്കന്മാർക്കും അതുപോലെ എൻ്റെ ദീക്ഷാ ഗുരുവിനും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വായിക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 10 ശ്ലോകം 72 മുതലാണ്. ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 72. പ്രഭുര പടുയ ദുയി പുരുഷോത്തമ സഞ്ജയ വ്യാകരണേ ദുയി ശിഷ്യ ദുയി മഹാശയ. പ്രഭുര പടുയ ദുയി പുരുഷോത്തമ സഞ്ജയ വ്യാകരണേ ദുയി ശിഷ്യ ദുയി മഹാശയ. 33-ാമത്തെയും 34-ാമത്തെയും ശാഖകൾ പുരുഷോത്തമനെന്നും സഞ്ജയനെന്നും പേരുള്ള വ്യാകരണത്തിൽ സമർത്ഥരായ മഹാപ്രഭുവിന്റെ 2 ശിഷ്യന്മാരായിരുന്നു. അവർ മഹനീയ വ്യക്തിത്വങ്ങളായിരുന്നു. ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പം ഈ 33-ാമത്തെയും 34-ാമത്തെയും ശാഖകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. 31, 32 ശാഖകളെ കുറിച്ച് 70-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഹിരണ്യ മഹാശയൻ, അതുപോലെ തന്നെ അപ്പൊ ചൈതന്യ മഹാപ്രഭു ജഗദീശ പണ്ഡിതൻ, അപ്പൊ അങ്ങനെ ചന്ദ്രഹാസൻ എന്ന് പറഞ്ഞ ഒരു നർത്തകനായിരുന്നു കൃഷ്ണലീലയിൽ. അപ്പം ഹിരണ്യ പണ്ഡിതനെ സംബന്ധിച്ച് നിത്യാനന്ദ പ്രഭു ഈ വിലമതിക്കുന്ന രത്നങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയുമ്പോഴേ, ഭവനത്തിൽ കഴിയുമ്പോഴേ രാത്രിയിൽ ഒരു മോഷ്ടാവായിട്ട് പോയി രത്നങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന് ആത്മസമർപ്പണം ചെയ്തു. അപ്പൊ ഇത് പിന്നീട് 71-ാമത്തെ ശ്ലോകത്തിലെ ചൈതന്യ മഹാപ്രഭു ഏകാദശി നാളില് ഭക്ഷണം യാചിക്കുന്നതാണ് 2 പേരുടെ ഗ്രഹങ്ങളിൽ പോയി, ഇവരുടെ 2 പേരുടെയും വീടുകളില്. അങ്ങനെ അപ്പൊ പിന്നെ ഈ 72-ാമത്തെ ശ്ലോകത്തിലെ 32-ാമത്തെയും 33-ാമത്തെ 34-ാമത്തെ ശാഖകളാണ് പറയുന്നത്, പുരുഷോത്തമൻ, സഞ്ജയൻ. അപ്പൊ അവര് വ്യാകരണത്തിൽ വളരെ സമർത്ഥരായ ആൾക്കാരായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യരും മഹനീയ വ്യക്തിത്വങ്ങളുമായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ സഹചാരികളായിരുന്നു ഇവർ 2 പേരും. അത് പുരുഷോത്തമ സഞ്ജയൻ മുകുന്ദ സഞ്ജയന്റെ പുത്രനാണ്. അപ്പം 2 വ്യക്തി, അപ്പൊ പുരുഷോത്തമനും സഞ്ജയനും 2 വ്യക്തികളാണെന്നും ഒരാളല്ലെന്നും ചൈതന്യ ചരിതാമൃതത്തില് പറയുന്നുണ്ട്. മുകുന്ദ സഞ്ജയനും പുരുഷോത്തമ സഞ്ജയനും ഉണ്ട്. അപ്പൊ പുരുഷോത്തമനും സഞ്ജയനും 2 വ്യക്തികളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരാളല്ല, 2 പേരാണ് ചൈതന്യ ചരിതാമൃതത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ശ്ലോകം 73. വനമാലി പണ്ഡിത ശാഖ വിഖ്യാത ജഗാദേ സോണാരമുഷലഹലാദേ കില പ്രപുരഹാദേ. ചൈതന്യ വൃക്ഷത്തിന്റെ 35-ാമത് ശാഖയായ വനമാലി പണ്ഡിതൻ ലോകപ്രശസ്തനായിരുന്നു. അദ്ദേഹം മഹാപ്രഭുവിന്റെ കയ്യിൽ ഒരു സുവർണ ഗദയും കലപ്പയും കണ്ടു. അപ്പം ഭഗവാനെ ഏത് രൂപത്തിലും നമുക്ക് ദർശിക്കാം എന്നാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തനാണ് വന്നതെങ്കിലും, ഭക്തനായിട്ടാണ് അദ്ദേഹം അവതരിച്ചെങ്കിലും, അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സന്തത സഹചാരികളായിട്ടുള്ള ഭക്തന്മാർക്ക് ഭഗവാനെ പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാനെ ദർശിക്കാൻ. കാരണം ഭഗവാൻ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഇച്ഛ അനുസരിച്ച്, അവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഇച്ഛ അനുസരിച്ച് ഭഗവാൻ ആ ഒരു എന്താ പറയാ അഭീഷ്ടം സാധിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ ആ മനസ്സിലെ ആഗ്രഹ ഇച്ഛ അനുസരിച്ച് ആ രൂപം കാട്ടിക്കൊടുക്കും. അപ്പൊ ഭഗവാൻ നരസിംഹദേവന്റെ രൂപം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് സാർവഭൗമ ഭട്ടാചാര്യന് ഭഗവാന് ഷഡ്ഭുജ രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വരാഹ രൂപം കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഭക്തന്മാർക്ക്. അപ്പൊ അതേപോലെ ഇദ്ദേഹം മഹാപ്രഭുവിന്റെ കയ്യിൽ ഒരു സുവർണ ഗദയും കലപ്പയും കണ്ടു. അതായത് ബലരാമന്റെ രൂപത്തിലാണ് അദ്ദേഹം ഭഗവാനെ ദർശിച്ചത്. അത് ഈ അന്ത്യഖണ്ഡത്തിലൊക്കെ, അതായത് ചൈതന്യ ഭാഗവത്തിലൊക്കെ അത് വളരെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ബലരാമന്റെ രൂപത്തിൽ ഈ വനമാലി പണ്ഡിതൻ ഭഗവാൻ, അദ്ദേഹം ലോകപ്രശസ്തനുമായിരുന്നു വനമാലി പണ്ഡിതൻ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഭഗവാനെ, ചൈതന്യ മഹാപ്രഭുവിനെ, എന്റെ സന്തത സഹചാരിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഭഗവാനെ
ബലരാമ രൂപത്തിൽ അദ്ദേഹം ദർശനം കിട്ടിയതെന്ന്. 74 ശ്രീ ചൈതന്യേര ആദിപ്രിയ ബുദ്ധി മന്ദഖാൻ ആജന്മ ആജ്ഞാകാരി തേൻ ഭൂ സേവക പ്രധാന. 36ാമത് ശാഖയായ ബുദ്ധിമന്ദ ഖാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് അത്യന്തം പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആജ്ഞകൾ പാലിക്കാൻ എല്ലായ്പ്പോഴും തയ്യാറായിരുന്നു. അതിനാൽ അദ്ദേഹം ഭഗവാന്റെ മുഖ്യ സേവകന്മാരിൽ ഒരുവനായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ഈ ഓരോ ഭക്തരുടെയും പേര് ഓരോ ശാഖയായിട്ട് ഇപ്പൊ 32, 33, 34 ഈ ഓരോ ശാഖകളെ കുറിച്ച് എടുത്തു പറയുമ്പം ചൈതന്യ വൃക്ഷം എത്ര നമ്മൾ ഓർക്കണം, എത്ര വലിയ ഒരു വടവൃക്ഷമാണ്. അപ്പൊ ഈ വൃക്ഷത്തിന്റെ ശാഖകളായിട്ടുള്ള ഓരോരുത്തരും ചൈതന്യ മഹാപ്രഭുവിന് വളരെ പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് മഹാപ്രഭു, അപ്പൊ ഇവർക്ക് ഓരോരുത്തരുടെയും മൂലാധാരം എന്ന് പറയുന്ന ഭഗവാൻ ശ്രീ ചൈതന്യദേവനാണ്. അപ്പൊ നമ്മളെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഈ ഓരോ പണ്ഡിതര് അല്ലെങ്കിൽ ഈ സേവകരൊക്കെ ചൈതന്യ മഹാപ്രഭു എന്ന വടവൃക്ഷത്തിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുകയാണ്. അപ്പം ഒരു ഒറ്റയ്ക്ക് അദ്ദേഹത്തിനെ കൊണ്ട് മാക്സിമം ചെയ്യാമെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ഇപ്പൊ കൃഷ്ണലീലയിൽ അന്നുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും, നമ്മൾ കേട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ വരെ പേര് ഇതിനകത്ത് ഉണ്ട്. കൃഷ്ണലീലയിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത അവരൊക്കെ ഓരോ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് അവര് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം വന്നത്. കാരണം കലിയുഗത്തിന്റെ ആ ദൗത്യം, എല്ലാ യുഗത്തിലും ഓരോ മിഷൻ ഉണ്ട്, ഓരോ ദൗത്യമുണ്ട് ഭഗവാന്. കൃഷ്ണ ഭഗവാന്റെ ദൗത്യം നമ്മൾ കണ്ടു ആൾറെഡി. ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃത, അതാണ്. അതേപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം അവതരിച്ചതിന് കുറെ രഹസ്യ കാരണങ്ങളും ബാഹ്യ കാരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കലിയുഗത്തിലെ നമ്മളെപ്പോലുള്ള ബദ്ധ ജീവാത്മാക്കളെ ഈ എന്താ പറയാ ഭക്തിയുത സേവനത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നാണ്. അതാണ് ഇപ്പൊ ആ വൃക്ഷത്തിന്റെ പൂക്കളും കായ്കളും. അപ്പൊ അതെല്ലായിടവും പ്രചരിപ്പിക്കണം. അതായത് എല്ലാവർക്കും ഈ പൂക്കളും കായ്കൾ അതിന്റെ ആ വൃക്ഷത്തിൽ നിന്നുള്ള ഉണ്ടാകുന്ന കായ്കൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. അതാണ് ഈ ഓരോ ശാഖകള് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ ഡ്യൂട്ടിയാണ് ഈ ലോകമെമ്പാടും ഇത് എത്തിക്കുക, ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ 74ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന് അത്യന്തം പ്രിയപ്പെട്ട ബുദ്ധിമന്ദ ഖാൻ, അതാണ് 36ാമത്തെ ശാഖ. അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ആജ്ഞകൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യ സേവകന്മാരിൽ ഒരാളാണ് ഈ ബുദ്ധിമന്ദ ഖാൻ. അപ്പൊ അദ്ദേഹം നവദ്വീപവാസികളിൽ ഒരാളായിരുന്നു, ധനികനുമായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു ചെറുപ്പത്തിൽ വിഷ്ണുപ്രിയയായിട്ടുള്ള വിവാഹം, സനാതന മിശ്രയുടെ പുത്രി വിഷ്ണുപ്രിയയെ തമ്മിലുള്ള വിവാഹം ഏർപ്പാട് ചെയ്തത് ഈ ബുദ്ധിമന്ദ ഖാനാണ്. കാരണം അതുപോലെ തന്നെ അദ്ദേഹം പുരോഹിതനായിരുന്നു. പ്രാദേശിക ജമീന്ദാരുടെ പുരോഹിതനായിരുന്ന സനാതന മിശ്രയുടെ പുത്രിയാണ് വിഷ്ണുപ്രിയ. അപ്പൊ ആ വിഷ്ണുപ്രിയയുടെയും ഭഗവാന്റെയും ചൈതന്യദേവന്റെയും കൂടെയുള്ള വിവാഹം ഏർപ്പാട് ചെയ്തത് ഈ ബുദ്ധിമന്ദ ഖാൻ ആയിരുന്നു. വളരെ ആർഭാടമായിട്ട് ചെയ്ത വിവാഹം, അത് എല്ലാ ചെലവുകളും അദ്ദേഹം തന്നെയാണ് വഹിച്ചത്. കാരണം അദ്ദേഹം വളരെ ധനികനായിരുന്നു. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന് ഒരിക്കൽ സുഖമില്ലാതെ വന്നപ്പം, അതായത് ഭഗവാന് സുഖമില്ലാതെ വരുത്തില്ല, പക്ഷെ ആക്ച്വലി ഭഗവാൻ ഒരു ഭക്തനായിട്ടാണല്ലോ പിന്നെ ലോക ജനതയ്ക്ക് മുന്നിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് ശരീരത്തിനുള്ളിൽ വായുക്കളുടെ ക്രമക്കേടുകൾ വന്ന് അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ ബുദ്ധിമന്ദ ഖാനാണ് ഭഗവാന്റെ രോഗം ഭേദമാക്കുന്നതിന് ആവശ്യം എല്ലാ ഔഷധങ്ങളും ചികിത്സകളും എല്ലാം ഏർപ്പാട് ചെയ്തതും പണം നൽകിയതും എല്ലാം. അതേപോലെ തന്നെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്നു. സന്തത സഹചാരി ഏതാണ്? പാർഷദന്മാര് അല്ലെങ്കിൽ സന്തത സഹചാരികളെ, അവരൊക്കെ എന്ന് വെച്ചാൽ ഭഗവാന്റെ ശാശ്വതരായിട്ടുള്ള അസോസിയേറ്റ്സ് ആണ്.
പിന്നെ ചന്ദ്രശേഖരാചാര്യന്റെ ഗ്രഹത്തിൽ മഹാപ്രഭു ലക്ഷ്മി ദേവിയുടെ ഭാഗം അഭിനയിച്ചപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആഭരണങ്ങളെല്ലാം ശേഖരിച്ചു കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഇപ്പൊ ഭഗവാൻ ജഗന്നാഥപുരിയിൽ താമസിച്ചപ്പം ഇവരുടെ ഓരോരുത്തരുടെ ഇത് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് എന്ത് റോളാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ മിഷനിന് വേണ്ടി, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിന്റെ ഈ ഒരു വടവൃക്ഷം അതിന്റെ ഓരോ ശാഖകളിലൂടെ ഓരോരുത്തരുടെ എത്തിക്കാനായിട്ട്, അതിന്റെ ഫലങ്ങൾ എത്തിക്കാനായിട്ട് ഓരോ ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിനെ എങ്ങനെ സഹായിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥകർത്താവ് ശ്രമിക്കുന്നത്. അപ്പൊ അദ്ദേഹം ജഗന്നാഥപുരിയിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിച്ചപ്പോ ഭഗവാനെ കാണാൻ അവിടെ പോവുകയും സേവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം. ശ്ലോകം 75. ഗരുഡ പണ്ഡിതാലയ ശ്രീനാമ മംഗള നാമബലേ വിഷയാൻ രേന കരില ബാല. ഇനി 37ാമത്തെ ശാഖയാണ് ഗരുഡ പണ്ഡിതൻ. അദ്ദേഹം സദാ ഭഗവാന്റെ മംഗളകരമായ നാമം കീർത്തനം ചെയ്യുന്നതിൽ മുഴുകി. അപ്പം പിന്നെ ഓരോ അംഗങ്ങളെ പോലെയാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഭഗവാന്റെ അംശങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ പോലെയാണ് ഭഗവാന്റെ ഇപ്പൊ ദേവന്മാരായാലും ജീവാത്മാക്കളായാലും. അപ്പൊ അതേപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഓരോ അംഗങ്ങളാണ്, ഓരോ അവയവങ്ങളെ പോലെയാണ് ഈ ഭക്തജനങ്ങള് അദ്ദേഹത്തെ സേവിച്ചത്. ഇപ്പൊ ഗരുഡ പണ്ഡിതൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ സദാസമയം ഭഗവാന്റെ കീർത്തനം ചെയ്യുക. അപ്പൊ കീർത്തനത്തിന്റെ പ്രഭാവം അത്രമാത്രം, അതാണ് കീർത്തനം എന്ന് വെച്ചാൽ വിശേഷിച്ച് കലിയുഗത്തിലെ കീർത്തനത്തിന് ഭയങ്കര പ്രഭാവമാണ്, ഭയങ്കര ശക്തിയാണ്. കീർത്തനത്തിന് മാത്രമേ മറ്റുള്ള പൂജാതി കർമ്മങ്ങൾ, മറ്റുള്ള അനുഷ്ഠാനങ്ങൾ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴാ ഭഗവാന്റെ കീർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ മഹിമ, പ്രാധാന്യം. അപ്പൊ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിഷസർപ്പം ദംശിച്ചപ്പോഴാ അദ്ദേഹത്തിന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തെ വിഷം ബാധിച്ചില്ല. അപ്പൊ അതാണ് അത്രമാത്രം ശക്തിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്. അപ്പം വിശേഷിച്ച് ഇവരൊക്കെ പരിശുദ്ധരായ ഭക്തരാണ്, ഭഗവാന്റെ സന്തത സഹചാരികളാണ്. അപ്പൊ അവരൊക്കെ ആ ശുദ്ധനാമമാണ് എപ്പോഴും അവരുടെ നാവിൽ നിന്ന് വരുന്നത്. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ആ കീർത്തനം ചെയ്യുന്നത്, എത്രമാത്രം അതിൽ ലയിച്ചാണ് അത് നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ കീർത്തനം പാടുന്നത്, അത്രമാത്രം ശക്തി അത് അവരുടെ രോഗത്തെ പോലും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അദ്ദേഹത്തിന് വിഷം ബാധിച്ചിട്ട് അതിനെ പോലും ഓവർകം ചെയ്യാൻ പറ്റി ഹരിനാമം. അപ്പൊ അതാണ് ഹരിനാമത്തിന്റെ മഹിമ, അതിന്റെ ശക്തി. വിഷം പോലും അദ്ദേഹത്തെ ബാധിച്ചില്ലെന്നാണ്. 76. ഗോപീനാഥ സിംഹ ഏക ചൈതന്യരദാസ അക്രൂര ബലി പ്രഭുയാൻ രേ കൈല പരിഹാസ. ചൈതന്യപുരുഷത്തിന്റെ 38ാമത്തെ ശാഖ ഗോപിനാഥ സിംഹൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വിശ്വസ്തനായ ദാസനായിരുന്നു. ഭഗവാൻ കളിയായി അദ്ദേഹത്തെ അക്രൂരൻ എന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ ആക്ച്വലി കൃഷ്ണലീലയിലെ വ്രജലീലയിലെ അക്രൂരൻ തന്നെയാണ് ഈ അക്രൂരൻ. ഗൗരഗണോദ്ദേശ ദീപികയിലെ 117ാമത്തെ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഇത്. അദ്ദേഹം അക്രൂരൻ തന്നെയായിരുന്നു. ആരാ? ഗോപിനാഥ സിംഹൻ, വിശ്വസ്തനായ ദാസനായിരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലര് ഭഗവാനോടൊപ്പം സദാസമയവും അദ്ദേഹത്തോട് സഹകരിച്ച് അദ്ദേഹത്തിന് ദാസ്യവേല ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്തരെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ദാസ്യഭാവമായിരിക്കണം. അപ്പൊ അതേപോലെ ഏതെല്ലാം തരത്തിൽ ഭഗവാന്റെ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനായിട്ട് ഓരോരുത്തരും അവരവരുടെ മാർഗങ്ങളിലൂടെ ചൈതന്യ മഹാപ്രഭുവിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഭാഗവതി ദേവാനന്ദ ഒരുവരായിരുന്നു. പക്ഷേ വക്രേശ്വര പണ്ഡിതന്റെ കാരുണ്യത്താലും ഭഗവാന്റെ അനുഗ്രഹത്താലും ഭാഗവതത്തിന്റെ ഭക്തിപരമായ വ്യാഖ്യാനം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് ബ്ലൗസ് തച്ചവര് വെച്ചേക്കുന്നത് വാങ്ങാൻ പോകണം. കാറിന്റെ താക്കോല് കൊണ്ടുവരും.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ ജി. അപ്പൊ അതാണ് ഭാഗവതി ദേവാനന്ദ വക്രേശ്വര കൃപാദേ ഭാഗവതേര ഭക്തി അർത്ഥ പായില പ്രഭു ഹൈവേ. ദേവാനന്ദ പണ്ഡിതൻ ശ്രീമദ് ഭാഗവത പാരായണം തൊഴിലാക്കിയിരുന്ന ഒരുവനായിരുന്നു. പക്ഷെ വക്രേശ്വര പണ്ഡിതന്റെ കാരുണ്യത്താലും ഭഗവാന്റെ അനുഗ്രഹത്താലും ഭാഗവതത്തിന്റെ ഭക്തിപരമായ വ്യാഖ്യാനം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് ദേവാനന്ദ പണ്ഡിത സാർവഭൗമ ഭട്ടാചാര്യന്റെ പിതാവ് വിശാരദനും അതുപോലെ ദേവാനന്ദ പണ്ഡിതനും ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ചൈതന്യ ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ ദേവാനന്ദ പണ്ഡിതൻ ശ്രീമദ് ഭാഗവത പാരായണം തൊഴിലാക്കിയ ഒരാളാണ്. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇന്ന് അത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും അതൊരു തൊഴിലാക്കി ഉപജീവന മാർഗമാക്കും ശ്രീമദ് ഭാഗവത പാരായണം. അത് ചൈതന്യ മഹാപ്രഭുവിന് ആ ഒരു ഭാഷ്യമൊന്നും അത്ര താല്പര്യമില്ല. കാരണം വിശേഷിച്ച് നമ്മളിപ്പം ഇവിടെ കേരളത്തിലായാലും ഒരുപാട് ഭാഗവത പാരായണം നടത്തുന്നുണ്ട്. അതിന്റെ അർത്ഥം ഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ മൂല്യത്തെ കുറിച്ച് മനസ്സിലാക്കിയോ ഒന്നുമല്ല ആ ശ്രീമദ് ഭാഗവത പാരായണം ആൾക്കാർ നടത്തുന്നു. അതിനകത്ത് ചില പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് പ്രൊഫഷണൽസ് ആണ്. അവർക്കൊക്കെ ആ ഒരു വിദ്യയിൽ പ്രൊഫഷണലായിട്ട് അവര് എന്താ പറയാ ഉപജീവന മാർഗമായിട്ട് ഒരിക്കലും നമ്മൾ ശ്രീമദ് ഭാഗവതം ഉപജീവന മാർഗമാക്കരുത്. അതെനിക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഭാഗവതം വായിക്കാൻ പഠിച്ചു പോയി വായിച്ച് കാശ് മേടിച്ച് ഞാൻ അതുകൊണ്ട് ജീവിക്കുക. അതിനകത്തു നിന്നൊക്കെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേൾക്കുന്നത് വരെ ശരിയല്ല എന്ന് ശ്രീല പ്രഭുപാദ ആദ്യത്തെ അധ്യായത്തിൽ സ്കന്ധത്തിൽ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ദേവാനന്ദ പണ്ഡിതൻ ഇങ്ങനെ ശ്രീമദ് ഭാഗവത പാരായണം തൊഴിലാക്കിയ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് നൽകിയിരുന്ന വ്യാഖ്യാനങ്ങൾ ചൈതന്യ പ്രഭുവിൻ മഹാപ്രഭുവിന് ഇഷ്ടമായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മായാവാദ സിദ്ധാന്തം വരും അതിനകത്ത്. പരിശുദ്ധമായ ഭക്തി ആണ് ചൈതന്യ മഹാപ്രഭു പ്രചരിപ്പിച്ചത്. രാധാറാണി, ഭഗവാൻ, അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാര്, പിന്നെ അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ സ്വയമാണ് അതിനകത്ത്. പക്ഷേ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനകത്ത് മറ്റുള്ളവർ വായിച്ചു വരുമ്പോൾ അത് ധർമാർത്ഥ കാമ മോക്ഷമാകും. അതല്ല ശ്രീമദ് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള മാധുര്യ രസമാണ്. ഭഗവാൻ ഭക്തന്മാരും തമ്മിലുള്ള സ്നേഹം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, പരകീയ ഭാവം, സ്വകീയ ഭാവം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പരിശുദ്ധമായ ഭക്തി അല്ലാതെ മറ്റൊന്നുമില്ല. സ്നേഹം, പ്രേമം, പരിശുദ്ധമായ സ്നേഹം, പ്രേമം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് ആ ദേവാനന്ദ പണ്ഡിതന്റെ വ്യാഖ്യാനം, അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിന് നൽകിയിരുന്ന വ്യാഖ്യാനം ചൈതന്യ മഹാപ്രഭുവിന് ഇഷ്ടപ്പെടാഞ്ഞത്. അപ്പൊ ഈ നവദ്വീപ് ഗ്രാമത്തിന് പണ്ട് പുലിയ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. നവദ്വീപ് നഗരത്തിന് ഇപ്പൊ നഗരമായി. അത് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതോടുകൂടി പിന്നെ അത് നഗരമായി. പക്ഷെ അതിന് മുൻപ് പുലിയ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു ആ നവദ്വീപ് നഗരത്തിൽ വെച്ച് പരമമായിട്ടുള്ള കരുണ കാട്ടി അദ്ദേഹത്തിനോട്. എന്നിട്ട് പറഞ്ഞു, കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ധർമ്മമാണ് ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുക, അതിലെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ അന്തസത്ത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിൽ കൂടി അവനവരും അതേപോലെ തന്നെ കേൾക്കുന്നവരും ശ്രവിക്കുന്നവരും അതിനകത്തുനിന്ന് ആത്മീയമായിട്ടുള്ള ഉന്നതി പ്രാപിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ കൃഷ്ണപ്രേമം നേടിയെടുക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം മായാവാദ സിദ്ധാന്തം കലർന്നതാണെങ്കിൽ അതൊരിക്കലും നമ്മളെ ഭക്തിയുടെ ഉന്നതിയിലേക്ക് എത്തിക്കത്തില്ല. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അതീവ കാരുണ്യവാനാണ്. അദ്ദേഹം ആരെയും അങ്ങനെ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം അവരെ മാറ്റി നിർത്തിയില്ല. കാരണം അദ്ദേഹം കഴിവുള്ളവനാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ എന്നാലും യഥാർത്ഥ വ്യാഖ്യാനം ശ്രീമദ് ഭാഗവതം ഭക്തിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തിന്.
ശ്രീവാസ് ഠാക്കൂർ ഒരിക്കൽ ഇങ്ങനെ ഇദ്ദേഹം മായാവാദ വ്യാഖ്യാനം നടത്തുന്ന സമയത്ത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇത് കേൾക്കുമ്പം പണ്ട് ഒരിക്കൽ കേട്ടിട്ടില്ലേ, അതായത് ഒരു ഭക്തനാ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അതായത് നമ്മുടെ ശ്രീ സമ്പ്രദായത്തിന്റെ രാമാനുജാചാര്യന്റെ അടുത്ത് ഒരിക്കല ഇങ്ങനെ വന്നേച്ച്, എനിക്ക് പിന്നെ ഭക്തി ഉണ്ടാകണം, എനിക്ക് നല്ലതുപോലെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം, എനിക്ക് ഭാഗവതം പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ വന്നൊരു ഭക്തൻ, ഇങ്ങനെ അദ്ദേഹം മഹാപണ്ഡിതനുമാണ്, അതീവ ഭക്തിയുള്ള ഒരാളുമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാമാനുജാചാര്യരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സ്ത്രീ വന്നേച്ച് പറഞ്ഞു, എനിക്ക് നാമം ജപിക്കാൻ സമയമില്ല. ഇദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് ഇവർ സംസാരിക്കാൻ തുടങ്ങി, എനിക്ക് നാമം ജപിക്കാൻ സമയമില്ല, എനിക്ക് കുട്ടികളെ നോക്കണം, വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, പാത്രം കഴുകണം, അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞപ്പോ രാമാനുജാചാര്യര് പറഞ്ഞ്, ഈ ഭക്തനോട് പറഞ്ഞ്, നീ ഇവരുടെ വീട്ടിൽ പോയി അവർക്ക് ജോലി ചെയ്ത് കൊടുക്കാൻ, വലിയ ആചാര്യനാണ്, പിന്നെ ജോലി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഇവർക്ക് സന്തോഷമായി. എന്നിട്ട് എന്താ പറഞ്ഞത്, എന്നിട്ട് നീ ഇപ്പം വന്ന് ജോലി ചെയ്തു തരും, എന്നിട്ട് നീ ഇനി ആ കിട്ടുന്ന സമയം കൊണ്ട് നാമം ജപിക്കുകയും ഭാഗവതം പഠിക്കുകയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞു വിട്ടു. ഇദ്ദേഹം അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ മഹിമ ആർക്കും അറിയില്ല. മഹാ ആചാര്യനാണ്, ജ്ഞാനത്തിന്റെ കൊടുമുടി കയറിയ ആളാണ്, അത്രമാത്രം ഭക്തനും ജ്ഞാനിയുമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇതുപോലെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഉത്സവം നടത്തി. അതാണ്. അപ്പൊ ഒരു ഉത്സവം നടത്തി, ഭാഗവത പാരായണം ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു സാധാരണഗതിയിലുള്ള ഒരു ആള് വന്നിങ്ങനെ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുരങ്ങൻ, അദ്ദേഹം കൊടുത്ത ആ വിശദീകരണം, കുരങ്ങന്റെ പൃഷ്ഠത്തിന്റെ നിറം ചുവപ്പ് കളറാണ്. അപ്പം ആ നിറമാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾക്കും കൈകളിലും ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ, ഇപ്പൊ നമുക്കറിയാലോ, ഭഗവാന്റെ കൈവെള്ള ചുമന്നിരിക്കും, പാദങ്ങൾ ചുമന്നിരിക്കും. അപ്പൊ അതിന് കൊടുത്ത, നമ്മളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്താ, താമരപ്പൂവിനോടാണ് സാമ്യം ചെയ്യുന്നത് അല്ലേ? താമരപ്പൂവിന്റെ കളറ്, പിന്നെ ഇതള് പോലുള്ള കണ്ണുകള്, പിന്നെ പൂ പോലുള്ള കൈകള്, താമര പാദങ്ങള്, ഇങ്ങനെയൊക്കെ എപ്പോഴും ഭക്തന്മാര് ഭഗവാനെ പിന്നെ അംഗങ്ങളെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം കൊടുത്ത ആ ഒരു എന്താ പറയാ വിശദീകരണം എന്ന് പറയുന്നത് ഇതാണ്, അതായത് കുരങ്ങന്റെ പൃഷ്ഠത്തിന്റെ കളറാണ്, നിറമാണെന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹം കരയുക. അപ്പൊ ഇത് കേൾക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് വളരെ വിഷണ്ണനായിട്ട് കരയുന്ന സമയത്ത് ഈ സ്ത്രീ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താണ് കരയുന്നത്? ഈ പാത്രം എല്ലാം ഒരുപാട് കഴുകാനുണ്ടായത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നേ? അവർക്കറിയില്ല ഇദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന്. നിങ്ങൾ അതുകൊണ്ടാണോ കരയുന്നത്? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പിന്നെ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിക്കോ, പിന്നെ ഇപ്പൊ കഴുകണ്ട, പിന്നീട് വന്ന് കഴിയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് ജോലി കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട്, അപ്പൊ നിങ്ങൾക്ക് ജോലി കൂടുതലായത് കൊണ്ടായിരിക്കും നിങ്ങൾ കരയുന്നതെന്ന്. പിന്നെ പറഞ്ഞു, ഞാൻ അതല്ല കരയുന്നത്, ഞാൻ കരയുന്നത് അദ്ദേഹം ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിന്റെ വ്യാഖ്യാനം കേട്ടിട്ടാണ് എനിക്ക് കരച്ചിൽ വരുന്നത്. അദ്ദേഹം ഭഗവാനെ ആരായിട്ടാ കാണുന്നേ, ഭഗവാനെ എങ്ങനെയാണ് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത്, എന്തിനോടാണ് അദ്ദേഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പിന്നെ ഉപമിച്ചിരിക്കുന്നത്, ഭഗവാന്റെ കളറിനെ ഉപമിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അപ്പൊ അവര് ചോദിച്ചു, അപ്പൊ നിനക്കറിയാമോ ഇതിനെ കുറിച്ചൊക്കെ? എനിക്കറിയാം, എന്നാ നീ പോയിരുന്നെന്ന് പറഞ്ഞേന്ന് പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹം പോയിരുന്ന് എന്താ വ്യാസാസനത്തിൽ ആസനസ്ഥനായിട്ട് അദ്ദേഹം വിവരിക്കാൻ തുടങ്ങി. അദ്ദേഹം കണ്ണുനീരോടുകൂടി ഭഗവാന്റെ അത്യന്തം ആഹ്ലാദത്തോടുകൂടി, ആഹ്ലാദ കണ്ണുനീരാണ് അദ്ദേഹം ഭഗവാന്റെ വർണ്ണനകൾ വർണ്ണിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിമനോഹരമായിട്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും അദ്ദേഹം വർണ്ണിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആഹ്ലാദമുണ്ടായി, എല്ലാവർക്കും ഭയങ്കര ആകർഷണം ഉണ്ടായി. അന്നേരം അവര് സ്ത്രീ ചെന്നിട്ട് ചോദിക്കും, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? ശരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. പിന്നെ യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? എനിക്കിതുവരെ മനസ്സിലായില്ല, ഇത്രയും ജ്ഞാനം
ഉള്ളിലേറ്റി നടന്ന അങ്ങ് ആണല്ലോ എൻ്റെ വീട്ടിൽ വന്ന് പാത്രം കഴുകാൻ വന്നത്. ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്. ഞാൻ അങ്ങയെ കൊണ്ട് ഇത്രയും കാലം എൻ്റെ വീട്ടുപണികളൊക്കെ ചെയ്യിച്ചു. ഇത്രയും വലിയ ഒരു ആശാര്യനാണ് അങ്ങ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കുകയും, കാരണം ഒരു ആചാര്യന്മാരെന്ന് വെച്ചാൽ അത്രമാത്രം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു രാമാനുജാചാര്യര് പറഞ്ഞതാണ്, നീ പോയി ആ സ്ത്രീയുടെ, കാരണം അവള് പോയി നാമം ജപിക്കുകയൊക്കെ ചെയ്യട്ടെ, നീ പോയി അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് കൊടുക്കാൻ. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഓരോരുത്തരും അവരുടെ ഉള്ളിലെ ഭക്തി. ഇപ്പൊ തന്നെ ഈ എന്താ പറയാ, ശ്രീവാസ് ഠാക്കൂർ ഇദ്ദേഹം ഒരിക്കൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനായി അദ്ദേഹം അന്നേരം ഭക്തി വികാരം കൊണ്ട് അശ്രു പൊഴിച്ചു. അപ്പം അശ്രു പൊഴിച്ചപ്പോഴാ ഇദ്ദേഹത്തിന്റെ ഈ ദേവാനന്ദ പണ്ഡിതന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു വിട്ടു. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭു ആ വഴിക്ക് കടന്നുപോയി. അപ്പം ദേവാനന്ദനെ കണ്ടപ്പോൾ പറഞ്ഞു, ശ്രീമദ് ഭാഗവതത്തിന്റെ മായാവാദ പിന്നെ ഈ വ്യാഖ്യാനം, അതായത് ശ്രീമദ് ഭാഗവതത്തെ പലരും പല രീതിയിലാണ് വളച്ചൊടിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മള് അതാണ് ഞാൻ അതുകൊണ്ടാണ് പറയാൻ കാരണം ഭഗവാൻ ആരാണ്, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വർണ്ണന, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തന്മാരുടെ സ്നേഹം, ഭഗവാനോടുള്ള ആരാധന, ഭഗവാനോടുള്ള പ്രേമം, പല വിധത്തിലുള്ള ഭാവങ്ങൾ, അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ വർണ്ണിക്കുമ്പോഴാ അവർക്ക് ആ ഉള്ളിൽ ഭക്തി ഉണ്ടായിട്ടല്ല അത് വർണ്ണിക്കുന്നത്. ഇപ്പൊ തന്നെ ശ്രീമദ് ഭാഗവതം പിന്നെ എന്താ പറയാ, ഉപജീവന മാർഗമാക്കിയവർക്ക് ഇവർക്ക് എവിടുന്നാ ഭക്തി വരിക? അപ്പൊ അവരിങ്ങനെ ഒരു ചടങ്ങ് പോലെ നടത്തുന്ന ഒരു ചടങ്ങ്, ശ്രീമദ് ഭാഗവത പാരായണം ഒരു ചടങ്ങ് പോലെയാണ് നടത്തുന്നത്. ഇവിടെ ഭക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ അതേപോലെയാണ് ഇദ്ദേഹം നടത്തിയത്. അതിനകത്ത് മായാവാദ സിദ്ധാന്തമാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്ന മായാവാദ സിദ്ധാന്തം ഒരിക്കലും അവരോട് അസോസിയേറ്റ് ചെയ്യരുത്. മായാവാദ സിദ്ധാന്ത ശൂന്യതയെ സർവനാശം എന്നാ പറയുന്നത്. ആരെങ്കിലും ഈ മായാവാദ സിദ്ധാന്തം കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സർവനാശം സംഭവിക്കുമെന്നാണ്. കാരണം അത് സത്യത്തെ വളച്ചൊടിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കഠിനമായിട്ട് ഇദ്ദേഹത്തെ ശാസിച്ചു. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ശിഷ്യനൊക്കെയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഈ മായാവാദ വ്യാഖ്യാനം നടത്തിയതിന് കഠിനമായി ശാസിച്ചു. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു കൃഷ്ണ ഭഗവാന്റെ അവതാരമായിരുന്നെന്ന് ദേവാനന്ദൻ അതുവരെ വിശ്വസിച്ചിരുന്നില്ല. കാരണം ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തന, അല്ലെങ്കിൽ ഭക്തി, കാരണം ചൈതന്യ മഹാപ്രഭുവിനെ പലരും പല വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ, അല്ലെങ്കിൽ ഒരു ഭക്തൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഒരു പണ്ഡിതൻ, അങ്ങനെ ആ രീതിയിൽ മാത്രമേ അദ്ദേഹത്തെ പലരും കണ്ടിരുന്നുള്ളൂ. അദ്ദേഹത്തോട് നേരിട്ട് അസോസിയേറ്റ് ചെയ്തവർക്കാണ് ഭഗവാനെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഭഗവാൻ ഇത് ശരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്, നാരായണനാണെന്ന് ഈവൻ മായാവാദികൾ പോലും പിന്നീട് ഭഗവാനോടുള്ള അസോസിയേഷൻ നിമിത്തം മനസ്സിലാക്കി. ഈവൻ സാർവഭൗമ ഭട്ടാചാര്യ ഒരു വലിയ മായാവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം പോലും ഭഗവാനെ എന്താ പറയാ, ശ്രീകൃഷ്ണൻ നാരായണൻ തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അംഗീകരിച്ചതാണ്. അപ്പൊ ഈ ദേവാനന്ദന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമാണെന്ന് ചൈതന്യ മഹാപ്രഭുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ വക്രേശ്വര പണ്ഡിതന് ഒരു രാത്രിയില് ഈ ദേവാനന്ദന്റെ ഭവനത്തിൽ വന്നു. അതിഥിയായിട്ട് വരികയും താമസിക്കുകയൊക്കെ ചെയ്തിട്ട് കൃഷ്ണശാസ്ത്രം വിശദീകരിക്കുന്ന സമയത്താണ് ദേവാനന്ദന് ചൈതന്യ മഹാപ്രഭുവിന്റെ, ഭഗവാന്റെ യഥാർത്ഥ വ്യക്തിത്വം ബോധ്യമായത്. ഇപ്പൊ നമ്മളായാലും ഇപ്പൊ ആദ്യമൊക്കെ ചൈതന്യ മഹാപ്രഭുവിനെ, വിശേഷിച്ച് കേരളത്തിലുള്ളവർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടില്ല. നമ്മുടെ സെല്ലിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിന്നെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് 100 ചോദ്യങ്ങൾ, എങ്ങനെ അറിയാം, എന്തറിയാം. അപ്പം അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നല്ലാതെ അതിലുപരി വേറെ കലിയുഗത്തിൽ ഒരു അവതാരം, കലിയുഗത്തിൽ പിന്നെ കൽക്കി അവതാരം എന്നേ പറയുന്നുള്ളൂ. പിന്നെ ഇത് കാരണം വെച്ചാൽ നിഗൂഢമായിട്ട് ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊള്ളാം ഭാഗവതം പഠിക്കുന്നവരായിരിക്കും. അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചെറിയ ചെറിയ അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ആർക്കും അത്രമാത്രം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരു ശരിയായ ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മളും കൃഷ്ണാവബോധത്തിൽ വന്നതിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മളിപ്പോൾ ആ ഒരു വിശ്വാസം വളർത്തിയെടുത്തതൊക്കെ പിന്നീടാണ്.
അപ്പൊ അതുകൊണ്ട് ദേവാനന്ദൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ലെങ്കിലും വക്രേശ്വര പണ്ഡിതൻ, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. വക്രേശ്വര അദ്ദേഹം ഈ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും ഈ കൃഷ്ണശാസ്ത്രം വിശദീകരിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചത് കൊണ്ട്. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പൊ അദ്ദേഹം അപ്രകാരം ശ്രീമദ് ഭാഗവതം വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ പ്രേരിതനായി. അപ്പൊ വൈഷ്ണവ സിദ്ധാന്തമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉള്ളടക്കം. അതായത് നമ്മള് മറ്റേത് മായാവാദ സിദ്ധാന്തത്തിൽ മായാവാദ എന്താ പറയാ സിദ്ധാന്ത പ്രകാരമാണ് ഓരോരുത്തര് ശ്രീമദ് ഭാഗവതത്തെ വർണ്ണിക്കുന്നവർ തന്നെ. ഇവൻ എന്താ പറയാ പിന്നെ ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള രാസലീലകൾ അവരൊന്നും ഉൾക്കൊണ്ടിട്ടല്ല വർണ്ണിക്കുന്നത്. ആർക്കും ഇവൻ രാസലീല വർണ്ണിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. അപ്പൊ എന്നാലും പക്ഷെ ആൾക്കാർ അതൊക്കെ വർണ്ണിക്കാൻ സന്നദ്ധരാകുന്നു. കാരണം എന്താണ്? അതിന്റെ ആ ആഴം, അഗാധത എന്താണ്? ഭഗവാന്റെ ആ ഏറ്റവും ഉന്നതമായ ആ ഒരു പരകീയ ഭാവം, അല്ലെങ്കിൽ പിന്നെ ഈ മാധുര്യ രസം എന്താണെന്ന് മനസ്സിലാക്കാൻ്റെ ആഴം മനസ്സിലാക്കാനുള്ള ശക്തി, കഴിവൊന്നും ഈ ആൾക്കാർക്കില്ല, ഭാഗവതം പറയുന്നവർക്ക്. അപ്പം അങ്ങനെ അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന വൈഷ്ണവ സിദ്ധാന്ത പ്രകാരമാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അതിനകത്ത് വൈഷ്ണവിസമാണ്. വൈഷ്ണവിസം എന്ന് വെച്ചാൽ വൈഷ്ണവരെന്ന് വെച്ചാൽ ആരാ? ഭക്തന്മാരും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഭക്തരാണ്. ഗോപികമാരാകട്ടെ, രാധാറാണിയാകട്ടെ, ഗോപന്മാരാകട്ടെ, നന്ദഗോപരാവട്ടെ, അവിടുത്തെ ചെടികൊടികൾ എല്ലാവരും തന്നെ വൈഷ്ണവരാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രേരിതനാകുന്നത്. അദ്ദേഹം അപ്പൊ നന്ദഗോപരുടെ ഗ്രഹത്തിൽ ആ വൈദിക സാഹിത്യങ്ങൾ പാരായണം ചെയ്തിരുന്ന സഭാപണ്ഡിതനായ ഫാഗുരി മുനിയാണ് അദ്ദേഹം. ഈ ദേവാനന്ദൻ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം അത് ഗൗരഗണേദേശ ദീപയില വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഓരോ എന്താ പറയാ ചൈതന്യ മഹാപ്രഭുവിനോട് അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം തന്നെ ഉണ്ടാകുന്നത്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഭഗവാനെ സേവിക്കാനൊക്കെയുള്ള അവസരം കിട്ടുന്നത് അന്ന് പണ്ട് വ്രജലീല, അതിന് മുമ്പത്തെ പിന്നെ ദ്വാപരയുഗത്തില ഭഗവാനോടൊപ്പം ഭഗവാന്റെ ആ ലീലകളിലും പങ്കെടുത്ത ആൾക്കാരാണ്. അല്ലാതെ ആരും പുതിയവരാരുമല്ല. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഭഗവാനും ശ്രീകൃഷ്ണന്റെയും കൂടെ സംയുക്താവതാരം. പിന്നെ അദ്വൈതാചാര്യ, നിത്യാനന്ദ പ്രഭു, ഗദാധര പണ്ഡിത, അതുപോലെ ശ്രീവാസാചാര്യ, ഇവരെല്ലാം നമുക്കറിയാം അവരുടെയൊക്കെ വ്യക്തിത്വങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ അപ്പൊ അവരെ പഞ്ചതത്വം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിലും പിന്നീട് ഭഗവാൻ ഈ ഓരോരോ എന്താ പറയാ ഈ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് ഓരോരോ ആചാര്യന്മാരെ അല്ലെങ്കിൽ ഭക്തന്മാരെയും എടുത്തെടുത്ത് അവരുടെ പിന്നെ റോൾ എന്താണ്, ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ അവരുടെ റോൾ എന്താണ്, അവരെങ്ങനെ ഭഗവാനെ ഹെൽപ്പ് ചെയ്തു അവരുടെ ഈ ഒരു പിന്നെ മിഷനിൽ ഭഗവാന്റെ. അപ്പൊ അതൊക്കെ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാം ഇവര് ഓരോ വ്രജലീലയിൽ, അതായത് കൃഷ്ണലീലയിലെ ഓരോരോ അംഗങ്ങളായിരുന്നു. അപ്പൊ അതാണ് ഗൗരഗണോദേശ ദീപയിലാണ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചൈതന്യ ഭാഗവതത്തിലും ഒക്കെ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകങ്ങൾ 78, 79. ഖണ്ഡവാസി മുകുന്ദദാസ ശ്രീരഘുനന്ദന നരഹരിദാസ ചിരഞ്ജീവ സുലോചന യൈ സഭ മഹാശഹ ചൈതന്യ കൃപാധാമ പ്രേമഫല ഭുലകരേയഹന്താന. ശ്രീഖണ്ഡവാസി മുകുന്ദനും പുത്രൻ രഘുനന്ദനും ചൈതന്യ വൃക്ഷത്തിന്റെ 39ാമത്തെ ശാഖയും, നരഹരി 40ാമത്തെ ശാഖയും, ചിരഞ്ജീവൻ 41ാമത്തെ ശാഖയും, സുലോചനൻ 42ാമത്തെ ശാഖയുമായിരുന്നു. അവരെല്ലാം ചൈതന്യ മഹാപ്രഭു ആവുന്ന കാരുണ്യ വൃക്ഷത്തിന്റെ മഹാശാഖകളായിരുന്നു. അവർ ഭഗവത് പ്രേമത്തിന്റെ ഫലങ്ങളും പുഷ്പങ്ങളും എവിടെയും എല്ലായിടത്തും വിതരണം ചെയ്തു. അപ്പൊ നോക്കൂ, ഇവരെല്ലാം ഓരോരുത്തരും, അതായത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ആരാണ്? കാരുണ്യ വൃക്ഷമാണ്. കാരുണ്യ വൃക്ഷത്തിന്റെ മഹാശാഖകളാണ് ഇവർ ഓരോരുത്തരും. എന്താണ് അവരുടെ ഡ്യൂട്ടി? അതായത് ഭഗവത് പ്രേമത്തിന്റെ ഫലങ്ങൾ പുഷ്പങ്ങളൊക്കെ എല്ലായിടവും വിതരണം ചെയ്യുക. അപ്പൊ ഭഗവത് പ്രേമം എന്താണ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ധർമ്മം. അപ്പൊ മുകുന്ദദാസനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. മുകുന്ദദാസൻ നാരായണദാസന്റെ പുത്രനാണ്. നരഹരി സരകാരന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ
രണ്ടാമത്തെ സഹോദരൻ മാധവദാസൻ. മുകുന്ദദാസന്റെ പുത്രനായിരുന്നു രഘുനന്ദദാസൻ. രഘുനന്ദനദാസന്റെ പിൻഗാമികൾ കട്വയിൽ നിന്ന് 4 മൈൽ ദൂരെയുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന ശ്രീകണ്ഠ ഗ്രാമത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. രഘുനന്ദനദാസന് കാനായി എന്നൊരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മദനരായൻ വംശീവദൻ. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞ അവരുടെ വംശത്തെ കുറിച്ച് വിവരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം ഈ 400 പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്, പിന്തുടർച്ചക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പം ഈ ശ്രീകണ്ഠ ഗ്രാമത്തില് അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പേരുകൾ. അതുപോലെ തന്നെ വൃന്ദാദേവി എന്ന പേരുള്ള ഗോപിക മുകുന്ദദാസനായി തീർന്നു. അപ്പൊ നമ്മൾ മുകുന്ദദാസന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 39ാമത്തെ ശാഖയാണ്. അപ്പം അദ്ദേഹം ശ്രീകണ്ഠ ഗ്രാമത്തിലാണ് ജീവിച്ചത്. മഹാപ്രഭുവിന് വളരെ പ്രിയങ്കരനായിരുന്നു എന്ന് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ഗൗരഗണോദേശ ദീപികയില. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ കൃഷ്ണഭക്തി. ഓരോരുത്തരിലും കൃഷ്ണഭക്തി എന്താ പറയാ വ്യത്യസ്തമായ അളവിലാണ്. ചിലർക്ക് ഭയങ്കര അഗാധമായ ഭക്തിയായിരിക്കും, ചിലർക്ക് വളരെ ഗൗരവമേറിയ ഭക്തിയായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അത്ഭുതകരമായ കൃഷ്ണഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രേമം, ചൈതന്യ ചരിതാമൃതം മധ്യലീല ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ആ കൃഷ്ണപ്രേമത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ രഘുനന്ദൻ എന്ന് പറഞ്ഞ ആള് ഭഗവാന്റെ വിഗ്രഹത്തിന്, ചൈതന്യ മഹാപ്രഭുവിന്റെ വിഗ്രഹത്തിന് സേവനം ചെയ്യുമായിരുന്നെന്ന് ഭക്തിരത്നാകരത്തിൽ പറയുന്നുണ്ട്. ഇനി നരഹരിദാസ സരകാരൻ പ്രശസ്തനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. ചൈതന്യമംഗളത്തിന്റെ ഗ്രന്ഥകാരൻ ലോചനദാസാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഇപ്പം ഗദധാരദാസൻ, നരഹരി സരകാരൻ ഇവരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന് അത്യന്തം പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു. പിന്നെ ചിരഞ്ജീവന്, സുലോചനൻ അവര് ശ്രീകണ്ഠവാസികളായിരുന്നു. അവരുടെ പിൻഗാമികൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിരഞ്ജീവന്റെ 2 പുത്രന്മാര് രാമചന്ദ്ര കവിരാജൻ ശ്രീനിവാസാചാര്യന്റെ ശിഷ്യനായിരുന്നു. നരോത്തമദാസ് ഠാക്കൂറിന്റെ അടുത്ത അനുചരനുമായിരുന്നു. അതുപോലെ തന്നെ വൈഷ്ണവ കവിയായ ഗോവിന്ദദാസ കവിരാജനായിരുന്നു ഇളയ പുത്രൻ. ഇതെല്ലാം നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അതെല്ലാം ഗോവിന്ദദാസ കവിരാജൻ, പിന്നെ അതുപോലെ നരോത്തമദാസ് ഠാക്കൂർ. ഇപ്പൊ ചിരഞ്ജീവന്റെ പത്നി സുനന്ദ, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ദാമോദരദാസ കവിരാജൻ. പിന്നെ ചിരഞ്ജീവൻ നേരത്തെ ഗംഗാനദിയുടെ തീരത്ത് കുമാരനഗരം ഗ്രാമത്തിലായിരുന്നു വസിച്ചിരുന്നത്. അപ്പൊ അതേപോലെ വൃന്ദാവനത്തിലെ ചന്ദ്രികയായിരുന്നുവെന്ന് അദ്ദേഹം, വൃന്ദാവനത്തിൽ ചന്ദ്രികയായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് ഗൗരഗണേശ ദീപികയില പറയുന്നു. കുലീന ഗ്രാമവാസി സത്യ രാജ രാമാനന്ദ യദുനാഥ പുരുഷോത്തമ ശങ്കര വിദ്യാനന്ദ. സത്യരാജൻ, രാമാനന്ദൻ, യദുനാഥൻ, പുരുഷോത്തമൻ, ശങ്കരൻ, വിദ്യാനന്ദൻ ഇവരെല്ലാം 20ാമത്തെ ശാഖയിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം കുലീന ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. വാണീനാഥ വാസുവാദീയത ഗ്രാമീജാന സഭി ചൈതന്യ ഭൃത്യ ചൈതന്യ പ്രാണധാന. കുലീന ഗ്രാമത്തിലെ വാണിനാഥ വസുവിന്റെ നേതൃത്വത്തിലുള്ള അധിവാസികളെല്ലാം മഹാപ്രഭുവിന്റെ ഭൃത്യന്മാരായിരുന്നു. അവർക്കെല്ലാം അവിടുന്ന് മാത്രമായിരുന്നു ജീവനും ധനവും. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എവിടൊക്കെ പോകുന്നു, ഭഗവാൻ എവിടൊക്കെ ഇരിക്കുന്നു, എവിടൊക്കെ ധ്യാനിക്കുന്നു, എവിടൊക്കെ നാമം ജപിക്കുന്നു, അവിടെ എല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ ഇവരെല്ലാം അവർക്കൊക്കെ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തരായിട്ട് ഭഗവാൻ അവരെ അംഗീകരിക്കുന്നു. പക്ഷെ അവർക്കൊക്കെ ഭഗവാൻ അവരുടെ ജീവനും ധനവും തന്നെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിരുന്നു. പ്രഭു കഹേ കുലീന ഗ്രാമേ രയേ ഹയ കുപൂര സേയിമോര പ്രിയ അന്യ ജന രഘുദൂര. ഭഗവാൻ പറയുന്നതാണ്, കുലീന ഗ്രാമത്തിലെ ഒരു നായ പോലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, പിന്നെ മറ്റുള്ളവരെ പറ്റി എന്ത് പറയാൻ. അപ്പൊ കുലീന ഗ്രാമം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു നവദ്വീപില് ആരൊക്കെ ഉണ്ടോ ഒരു നായ പോലും എന്റെ സുഹൃത്താണ്. കാരണം ഭഗവാൻ ആരെയും ശരീരം കൊണ്ട് വേർതിരിച്ച് കാണുന്നില്ല എന്നാണ് അർത്ഥം. കാരണം നമ്മള് അവിടെ പാവപ്പെട്ടവര് കാണും, പണക്കാര് കാണും, പിന്നെ വിദ്യാസമ്പന്നര് കാണും, പണ്ഡിതന്മാര് കാണും, പാമരര് കാണും. അപ്പൊ എല്ലാവരും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഏത് തരത്തിലാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത്, ഭഗവാനെ ഏത് തരത്തിലാണ് അവരെല്ലാം കാണുന്നതും അതുപോലെ ഭഗവാനെ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതും ഇതൊക്കെ ഭഗവാൻ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി ഭഗവാൻ ഹേതുകമായ കാരുണ്യം അവരിലേക്ക് ചൊരിയും. അപ്പൊ ഒരു നായ പോലും എന്റെ സുഹൃത്താണ് കുലീന ഗ്രാമത്തിലെ. അപ്പൊ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എനിക്ക് എന്താ പറയാൻ, അത്രമാത്രം സ്നേഹവും
പ്രതിബദ്ധതയും ഉള്ളവരാണ് അവർ ഓരോരുത്തരും എന്ന് പറയുകയാണ്. കുലീന ഗ്രാമീര ഭാഗ്യ കഹനീനയായ ശുഗര ചരായഡോമാസേഹ കൃഷ്ണഗായ. കുലീന ഗ്രാമത്തിന്റെ സൗഭാഗ്യം ആർക്കും വിവരിക്കാനാവില്ല. അത് അത്രയ്ക്ക് ഉത്കൃഷ്ടമാകിയാൽ അവിടെ പന്നികളെ മേയ്ക്കുന്ന തൂപ്പുകാർ പോലും കൃഷ്ണനാമം ജപിക്കും. അപ്പൊ അവിടെ ഓരോരുത്തരും കൃഷ്ണനാമം ജപിക്കുന്നവരാണ്. ഭഗവാന്റെ നാമം എന്താ പറയാ, പന്നികളെ മേയ്ക്കുന്ന തൂപ്പുകാർ വരെയുണ്ട്. അത്ര താഴേക്കിട, അതാ നേരത്തെ പറഞ്ഞ പോലെ അത്ര താഴേക്കിടയിൽപ്പെട്ട ആൾക്കാര് പോലും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നവരാണ്. കാരണം എന്ന് വെച്ചാൽ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹമാണ്. പണ്ട് ബ്രാഹ്മണര് മാത്രം ജപിച്ചുകൊണ്ടിരുന്ന ഈ മന്ത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഇന്ന് എത്രയോ താഴേക്കിടയിലേക്ക് അത് എത്തി ഓരോരുത്തരെയും അവരുടെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയാ താഴ്ന്ന തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഉയർത്തി അവരെ ഒരു ഭഗവത് ഭക്തനാക്കുക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല. അതിന് ചൈതന്യ മഹാപ്രഭുവിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം മാത്രമാണ്, ഔദാര്യനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ എന്ന് പറയുന്നതാണ് കൃഷ്ണ ചൈതന്യം. അപ്പോ ഭഗവാന് മാത്രമേ ഇത്രയും താഴേക്കിടയിലുള്ള ആൾക്കാർ വരെ, അവരാരും ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം സഹകരിക്കുന്നവരാരും വലിയ പണക്കാരോ ധനികരോ ഒന്നും അല്ല. എല്ലാവരും വളരെ പാവപ്പെട്ട വീട്ടിലുകളിലെയോ അല്ലെങ്കിൽ അങ്ങനെ അന്നത്തെയൊക്കെ കാലമൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. പക്ഷേ പിന്നെ ജന്മികളും വലിയ വലിയ വ്യവസായികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഭഗവാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കത്തുമില്ല. കാരണം അവർക്കൊക്കെ ഉള്ളില് നന്മയുണ്ട്. അതുകൊണ്ടാണ് പ്രതാപരുദ്ര മഹാരാജാവിനെ അദ്ദേഹം കാണാൻ കൂട്ടാക്കാഞ്ഞത്. രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ലൗകികനാണ്. ലൗകികരായിട്ടുള്ള ആൾക്ക് ഉണ്ടാകുമ്പോൾ മനുഷ്യന് ലൗകികത കൂടും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതാണ് കൂടുതലും ബ്രാഹ്മണര്, പണ്ഡിതര്, പിന്നെ അതേപോലെ തന്നെ എല്ലാവരെയും ഒരേപോലെ അദ്ദേഹത്തിന് കാണാനും, പിന്നെ ഈ വലിയ വലിയ ഈ പറഞ്ഞ പോലെ രാജാവ് അല്ലെങ്കിൽ വലിയ പ്രമാണികൾ, ജമീന്ദാർമാര്, പക്ഷെ അവരൊക്കെ വന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അവര് സറണ്ടർ ചെയ്യുമ്പോൾ ഭഗവാൻ അവരെ സ്വീകരിക്കും, അഹൈതുകമായ കാരുണ്യം ചൊരിയും. അനുപമ വല്ലഭ ശ്രീരൂപ അനുപമ വല്ലഭ ശ്രീരൂപ സനാതന ഏതിന ശാഖ വൃഷേര പശ്ചിമേ സർവോത്തമ. പശ്ചിമ ഭാഗത്ത് 43-ാമത്തെയും 44-ാമത്തെയും 45-ാമത്തെയും ശാഖകളായിരുന്നു ശ്രീ സനാതനനും രൂപനും അനുപമനും. അവർ എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠരായി. ഇവരിൽ എല്ലാവരും ഉണ്ടെങ്കിലും അറിയാം ഗോസ്വാമിമാരില് പ്രാധാന്യങ്ങളായിരുന്നു രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും. ഈ സനാതന ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതില് അദ്ദേഹത്തിന്റെ അനുപമൻ ഇതിനകത്ത് പറയുന്നുണ്ട്, അനുപമൻ. അപ്പൊ അനുപമ വല്ലഭ ശ്രീരൂപ സനാതനം. അപ്പം സനാതനനും രൂപനും അനുപമനും. അനുപമൻ എന്ന് പറയുന്ന ജീവഗോസ്വാമിയുടെ പിതാവും സനാതന ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെ ഇളയ സഹോദരനുമായിരുന്നു. ജീവഗോസ്വാമി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് 6 ഗോസ്വാമിമാരെ കുറിച്ച്, ഷഡ് ഗോസ്വാമി അതായത് സനാതന രൂപ സനാതന ജീവ ഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഇവര് ഇത്രയും പേരാണ്. അപ്പൊ ഇതിനകത്ത് ജീവഗോസ്വാമിയുടെ പിതാവാണ് അനുപമൻ. സനാതന ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെ ഇളയ സഹോദരനുമായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ പേര് വല്ലഭൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഈ വല്ലഭൻ എന്നുള്ള പേര് മാറ്റിയിട്ട് അനുപമൻ എന്നാക്കിയത്. ഇവരൊക്കെ മുസ്ലിം ഭരണകൂടത്തിൽ, അന്നൊക്കെ മുസ്ലിം ഭരണകൂടങ്ങളായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇവര് രാജ്യം ഭരിക്കുമ്പോഴാണ് മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവര് 3 സഹോദരന്മാരും. അവരെ മല്ലിക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ശ്രീല പ്രഭുപാദ പറയുന്നത് ഈ അവരുടെ ശ്രീല പ്രഭുപാദിന്റെ വീടും കുടുംബവും ഒക്കെ എന്ന് വെച്ചാൽ കൽക്കത്തയിലാണല്ലോ, മഹാത്മാഗാന്ധി റോഡില്. അപ്പൊ അവര് അവിടെ ആ സമയത്തൊക്കെ ഈ മല്ലിക്കുമാരുമായിട്ടൊക്കെ അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു. അപ്പം രാധാ ഗോവിന്ദ ക്ഷേത്രം സന്ദർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ. അവരും ഞങ്ങളുടെ ഈ മല്ലിക്കുമാരെന്ന് പറയുന്നത് അവര് നമ്മുടെ കുടുംബം. മല്ലിക്കുമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ വിചാരിക്കും അത് മുസ്ലിങ്ങളെ അല്ല. ആക്ച്വലി പറയുന്നത് അതിന്റെ മല്ലിക്കെന്ന് പറയുന്നത് ഈ ജമീന്ദാർമാരുടെ പദവിയാണ്. മുസ്ലിം ഭരണകൂടത്തിൽ ജമീന്ദാർമാരുടെ പദവിയെ അലങ്കരിക്കുന്ന പേരാണ് മല്ലിക് എന്ന് പറയുന്നത്. അപ്പോ മല്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭു എന്നാണ് അർത്ഥം.
ബ്രിട്ടീഷ് ഭരണകൂടം ധനികരും ബഹുമാന്യരുമായ വ്യക്തികൾക്ക് പ്രഭു എന്ന പദവി അന്ന് നൽകുമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അവരെയൊക്കെ പ്രഭു. അപ്പം ഈ ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിലെ നമ്മുടെ കൃഷ്ണ കോൺഷ്യസ് നമ്മുടെ എല്ലാവരെയും പുരുഷന്മാരെ എല്ലാം പ്രഭു എന്ന് പറയും. പ്രഭു എന്ന് വെച്ചാൽ ഭഗവാൻ, ലോഡ് എന്നാണ് അർത്ഥം ആക്ച്വലി. അപ്പം എന്താ പറയാ, അതൊരു പദവിയാണ് അന്നത്തെ കാലത്ത്. ഇപ്പൊ നമ്മൾ അവരെ പ്രഭു എന്ന് വിളിക്കുന്ന റെസ്പെക്ട് കൊണ്ടാണ്. എല്ലാവരും പ്രഭു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഭു അല്ലെങ്കിൽ മാതാജി എന്ന് വെച്ചാൽ നമ്മള് വൈഷ്ണവര് പരസ്പരം റെസ്പെക്ട് ചെയ്യണം. ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ അമാനിന മാനദന, എല്ലാരെയും റെസ്പെക്ട് ചെയ്യുക. നമ്മൾ ആരും ഒരു റെസ്പെക്ട് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ. അപ്പൊ നമ്മുടെ ആ ഒരു സ്നേഹത്തിലുപരി സൗഹൃദത്തിലുപരി ഒരു റെസ്പെക്ട് നിലനിൽക്കും ഭക്തരുടെ ഇടയിൽ. അതുകൊണ്ടാണ് അങ്ങനെ പ്രഭു എന്ന പദവി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അപ്പം ഈ മുസ്ലിം ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ധനികരും ബഹുമാന്യരുമായ വ്യക്തികൾക്ക് മല്ലക്ക് പദവിയാണ് അന്ന് നൽകിയിരുന്നത്. അപ്പം സാധാരണ മുസ്ലിങ്ങൾക്ക് ഒരു സ്ഥാനപ്പേരാണ് ഈ മല്ലിക് എന്ന് പറയുന്നത്. പക്ഷെ യാഥാസ്ഥികരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിലും ഈ മല്ലിക് എന്നുള്ള പേര്, സാഗര മല്ലിക്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. സനാതന ഗോസ്വാമിയുടെ സാഗര മല്ലിക്. വേറെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ശീർഷകം ഏതെങ്കിലും പ്രത്യേക കുടുംബത്തിന് വേണ്ടി നിയന്ത്രിക്കപ്പെട്ടിരുന്നതല്ല. ഇങ്ങനെ മല്ലിക് എന്ന് പറയുന്ന ഈ ഒരു ശീർഷകം, അതിനകത്ത് മുസ്ലിങ്ങളും വരും, അവിടെ ജമീന്ദാർമാരായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പദവിയാണ്. പിന്നെ യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിലും ആ ഒരു ശീർഷകം കൊടുക്കും. അങ്ങനെ അതൊരു യോഗ്യതയും ധനവും ബഹുമാന്യതയുമായിരുന്നു. അതായത് എന്താണ്, ഇതൊക്കെ ആ ഒരു മല്ലിക് എന്നുള്ള ആ ഒരു പദവി കിട്ടുന്നതിനുള്ള യോഗ്യത, ധനവും ബഹുമാനം. മറ്റുള്ളവര് എത്രമാത്രം ആരാളിനെ ബഹുമാനിക്കുന്നു. ഇപ്പൊ നമ്മുടെ ലോകത്തായാലും പിന്നെ എല്ലാവരും ധനാഢ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കും. അവർക്ക് എല്ലാവരും ബഹുമാനം നൽകും. അതേപോലെ തന്നെ അവര് യോഗ്യത, എല്ലാവരും അവരെ അംഗീകരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ മല്ലിക് എന്നൊക്കെ പറഞ്ഞ് ഉള്ള പേര് കൊടുക്കുന്നത്. സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയും ഭരദ്വാജ ഗോത്രത്തിന്റെ ഭാഗമാണ്. സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയും ഭരദ്വാജ ഗോത്രത്തിന്റെ ഭാഗമായിരുന്നു. അവർ ഭരദ്വാജ മുനിയുമായി കുടുംബപരമായോ അല്ലെങ്കിൽ ശിഷ്യപരമ്പര്യമായോ ബന്ധത്തിലുള്ളവരായിരുന്നു. അപ്പൊ കൃഷ്ണാവബോധത്തിന്റെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഇപ്പൊ സരസ്വതി ഗോസ്വാമി, നമ്മുടെ ഭക്തി സിദ്ധാന്തകാർ സരസ്വതി ഗോസ്വാമി എന്ന് പറയുന്നത് കുടുംബ പരമ്പരയുടെയോ അല്ലെങ്കിൽ ഗുരുശിഷ്യ പരമ്പരയുടെയോ ഭാഗമാണ്. ഇപ്പൊ നമ്മള് പിന്നെ ശ്രീല പ്രഭുപാദിന്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹത്തെ നമ്മൾ സാരസ്വത ദേവ അല്ലെങ്കിൽ സാരസ്വത, അതൊരു കുടുംബത്തിലെ ഒരംഗം ആണ്. നമസ്തേ സാരസ്വതി ദേവി നമ്മൾ പറയില്ല. അതായത് നമ്മുടെ ശ്രീല പ്രഭുപാദിന്റെ പ്രണാമമന്ത്രം പറയുമ്പോൾ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി, അതായത് നമസ്തേ സാരസ്വതി ദേവി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം പ്രചരണം ചെയ്യുന്നതാണ് ഗൗരവാണി പ്രചാരണി. അതാണ് അവ്യക്തിഗതവാദികളോടും ശൂന്യവാദികളോടും പോരാടുന്നത്. നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ അവരുടെ ആ മനോഭാവം, അവരുടെ ആ ഭക്തിയുടെ ആ എന്താ പറയാ ഭാവം അനുസരിച്ചാണ്. അപ്പൊ അതാണ് നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരൻ. അതായത് അവ്യക്തഗതവാദികളോടും ശൂന്യവാദികളോടും പോരാടുന്നു. അതാണ് ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അങ്ങനെയുള്ള ദൗത്യം ഉള്ള ആളെന്ന നിലയിലും ആധ്യാത്മിക ഗുരുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പം അങ്ങനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽപ്പെട്ട ഓരോ ആചാര്യന്മാർക്കും അവരവരുടെ പ്രണാമ മന്ത്രങ്ങള് അവര് ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിക്കുന്നതാണ്. അപ്പൊ സനാതന ഗോസ്വാമിയുടെയും രൂപഗോസ്വാമിയുടെയും അനുപമ ഗോസ്വാമിയുടെയും ചുമതലയാണ് ഈ ആധ്യാത്മിക ഗുരുവിന് പിന്നെ പ്രണാമങ്ങൾ അർപ്പിക്കുക. അതുപോലെ തന്നെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യം ഏറ്റെടുത്ത് അതാണ് അവരുടെ ആ പിന്നെ ഇവരെ ഗോസ്വാമി എന്നാണ് പറയുന്നത്. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഷഡ് ഗോസ്വാമികൾ, അവര് ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരാണ്.
ഇന്ദ്രിയങ്ങളെ അവര് അടക്കി അവരുടെ വരുതിയിൽ നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം ഗോദാസന്മാരാണ്. അവരവരുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അഥവാ മനസ്സിന്റെ എന്താ പറയാ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഇവര് അവരുടെ ആ സാത്വികമായിട്ടുള്ള അവരുടെ സാധന കൊണ്ടും അവരുടെ എന്താ പറയാ നിസ്സംഗത കൊണ്ടും അഭ്യാസം കൊണ്ടും അവര് നിരന്തരമായിട്ട് ഭക്തിയോഗത്തിൽ പ്രവർത്തിച്ച് അവര് അങ്ങനെയാണ് ഗോസ്വാമിമാരായിട്ട് തീരുന്നത്. ആൾറെഡി ഇവരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശാശ്വതരായ സേവകര് തന്നെയാണ്. എന്നാൽ പോലും അവര് ചൈതന്യ ലീലയിൽ വരുമ്പോഴാ അവരുടെ ആ പാർട്ട് അവര് ചെയ്തു. കാരണം അവര് കർമ്മി ലൈഫ്, അതായത് അവര് പിന്നെ ഇപ്പൊ മുസ്ലിം രാജകുടുംബത്തിലെ അവര് അവിടെ ജോലി ചെയ്തിരുന്നു മല്ലിക്കായിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ജീവിച്ചുകൊണ്ടും ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉന്നതി പ്രാപിച്ചു വരാം. അപ്പൊ ആരും ചെറുപ്പത്തിലെ അറിയാതെ അങ്ങ് ഭക്തരായി വരുമല്ല. നമ്മൾ പരിശീലനം നേടിയാണ്, അഭ്യാസം ചെയ്തിട്ടാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം സനാതന ഗോസ്വാമിയുടെയും രൂപഗോസ്വാമിയുടെയും വല്ലഭ ഗോസ്വാമിയുടെയും വംശാവലി നോക്കുവാണെങ്കിൽ അവര് കർണാടക പ്രവിശ്യയിലായിരുന്നു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെ വന്ന് അവതരിച്ചവരാണ് ഇവർ ഓരോരുത്തരും. പിന്നീടാണ് സർവജ്ഞനെന്ന മാന്യനായ മനുഷ്യനിലേക്ക് എത്തിയതും. ആദ്യമൊക്കെ അവര് ഇങ്ങനെ എന്താ 12ാം നൂറ്റാണ്ടിലാണ് അവരുടെ കർണാടക പ്രവിശ്യയിലാണ് അവര് അവതരിച്ചതും. അതുപോലെ തന്നെ അനിരുദ്ധേര രൂപേശ്വരൻ ഹരിഹരൻ എന്ന 2 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രൂപേശ്വരന്റെ പുത്രന് പത്മനാഭൻ, പിന്നെ അതുപോലെ അദ്ദേഹത്തിന് 5 പുത്രന്മാര്. അതിൽ ഏറ്റവും ഇളയാളാണ് മുകുന്ദൻ. അതുപോലെ തന്നെ ഇതെല്ലാം അവരുടെ വംശപരമ്പരയെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ ശ്രീരൂപനും സനാതനും ചന്ദ്രദ്വീപിൽ നിന്ന് ബംഗാളിലെ മാൽദ ജില്ലയിലെ രാമകേളി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലേക്ക് വന്ന് ഇപ്പൊ വല്ലഭനെ പിതാവായി സ്വീകരിച്ച് ശ്രീല ജീവഗോസ്വാമി ആ ഗ്രാമത്തിൽ ജന്മമെടുത്തു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ജീവഗോസ്വാമിയുടെ പിതാവാണ് ഈ വല്ലഭൻ, അതായത് അനുപമൻ എന്ന് പറയുന്നത്. ഈ സനാതന ഗോസ്വാമിയുടെയും രൂപഗോസ്വാമിയുടെയും സഹോദര പുത്രനാണ് നമ്മുടെ ജീവഗോസ്വാമി. അപ്പൊ ഈ ജീവഗോസ്വാമി ഈ പറഞ്ഞ പിന്നെ രാമകേളി എന്നറിയപ്പെടുന്ന മാൽദ ജില്ലയിൽ രാമകേളി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇവർക്ക് 3 പേർക്കും മല്ലിക് എന്ന ഉദ്യോഗ പേര് ലഭിച്ചു. ചൈതന്യ മഹാപ്രഭു ഈ രാമകേളി ഗ്രാമം സന്ദർശിച്ചു. ആ സമയത്ത് വല്ലഭനെ കണ്ടുമുട്ടി, രൂപഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടി. അതിനുശേഷം അവര് ഭരണകൂടത്തിന്റെ സേവനത്തിൽ നിന്ന് രാജിവെച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോയി. വല്ലഭൻ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു. അങ്ങനെ രൂപഗോസ്വാമിയും വല്ലഭനും ചൈതന്യ മഹാപ്രഭുവുമായി പ്രയാഗ നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെയാണ് അതെല്ലാം മധ്യലീല 19ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഇനി നമുക്ക് പഠിക്കാം. പിന്നെ അതുപോലെ രൂപഗോസ്വാമിയും വല്ലഭനും വൃന്ദാവനത്തിലേക്ക് പോയത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം നമ്മൾ നേരത്തെ അത് അറിയാവുന്ന കാര്യമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശമാണ് ഇവര് പിന്നെ അവിടെ പോയി വൃന്ദാവനത്തിൽ പോയി അവിടെ പിന്നെ അതായത് കാലഹരണപ്പെട്ട് പോയിരുന്നു. കുറെ ക്ഷേത്രങ്ങളും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ അതെല്ലാം കണ്ടെത്തി അവിടെ എല്ലാം ഇപ്പം ഇത്രയും നല്ല രീതിയിൽ വൃന്ദാവനം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ ഗോസ്വാമിമാരുടെ പ്രയത്നം കൊണ്ടാണ്. അപ്പൊ അവര് സുബുദ്ധരായർ എന്ന് പറഞ്ഞ ഒരു മാന്യനായ മനുഷ്യനെ അവിടെ വിറക് വിറ്റ് ജീവിച്ചിരുന്ന ഒരു ഉപജീവനം നടത്തിയിരുന്ന ഒരാളിനെ മധുരയിലേക്ക് പോയി അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പം ഈ രൂപഗോസ്വാമിയെയും അനുപമനെയും സന്ധിച്ചതിൽ സന്തുഷ്ടനായ അദ്ദേഹം വൃന്ദാവനത്തിലെ 12 വനങ്ങൾ കാട്ടിക്കൊടുത്തു ഇവർക്ക്. അപ്പൊ ഇവർക്ക് വൃന്ദാവനത്തെ കുറിച്ച് ശരിയായ ധാരണയൊന്നും ഇല്ലായിരുന്നു ആദ്യം. അപ്പൊ അദ്ദേഹം അത് പിന്നെ സുബുദ്ധരായരാണ് ഈ 12 വനങ്ങള് ഇവരെ രൂപഗോസ്വാമിയും അനുപമനെയും കാട്ടിക്കൊടുത്തത്. അവര് 1 മാസം ഈ വൃന്ദാവനത്തിൽ ചെലവഴിച്ച് എന്നിട്ട് പിന്നീട് സനാതന ഗോസ്വാമിയെ അന്വേഷിച്ചു പോയി. അപ്പം ഗംഗയുടെ മാർഗത്തിൽ വെച്ച് അവിടുന്ന് അലഹബാദിൽ അഥവാ പ്രയാഗിൽ എത്തിയപ്പോഴാണ് സനാതന ഗോസ്വാമി വേറൊരു വഴിയിലൂടെ പോയി. അപ്പൊ അവർക്ക് തമ്മിൽ കാണാൻ പറ്റിയില്ല. അങ്ങനെ മധുരയിലെത്തി സനാതന ഗോസ്വാമി
അപ്പൊ അങ്ങനെ സുബുദ്ധരായര് സനാതന ഗോസ്വാമിയോട് പറഞ്ഞു രൂപഗോസ്വാമിയും അനുപമനും മധുരയിലുണ്ടെന്ന്. അങ്ങനെ രൂപഗോസ്വാമിയും അനുപമനും ബനാറസിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സന്ദർശിച്ചപ്പം സനാതന ഗോസ്വാമിയുടെ യാത്രകളെ കുറിച്ച് ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അവർ അറിഞ്ഞിട്ട് ബംഗാളിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇടപാടുകളൊക്കെ ഒത്തുതീർപ്പാക്കിയതിന് ശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞാപ്രകാരം ഭഗവാനെ കാണാനായിട്ട് ഇവര് പിന്നീട് ജഗന്നാഥപുരിയിലേക്ക് പോവുകയാണ്. അപ്പൊ അനുപമന് 1436 അദ്ദേഹം മരിച്ചു, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോയി. അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് അദ്ദേഹം ആത്മീയ വ്യോമത്തില ശ്രീരാമചന്ദ്രനെ സ്ഥിതി ചെയ്യുന്ന ധാമത്തിലേക്കാണ് അനുപമൻ യാത്രയായെന്നാണ്. ചൈതന്യ മഹാപ്രഭുവിനെ ഇങ്ങനെ അദ്ദേഹം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് രൂപഗോസ്വാമി അറിയിച്ചപ്പോഴ് ശ്രീരാമചന്ദ്രന്റെ ഭക്തനായിരുന്നു വല്ലഭൻ എന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശപ്രകാരം അദ്ദേഹം പിന്നീട് വളരെ സീരിയസ് ആയിട്ട് തന്നെ അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ ഭക്തനായിരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം അനുസരിച്ച് രാധാ ഗോവിന്ദ ഉപാസനയിൽ അദ്ദേഹം മുഴുകി. പക്ഷെ മുഴുകുന്ന കാര്യം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് ചൈതന്യ മഹാപ്രഭു ശ്രീരാമചന്ദ്രന്റെ അവതാരമാണെന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചെങ്കിലും എന്താ പറയാ, അദ്ദേഹം പെട്ടെന്ന് രാധാകൃഷ്ണ ആ ഒരു ഉപാസനയിൽ, രാധാ ഗോവിന്ദ ഉപാസനയിൽ മുഴുകാൻ അദ്ദേഹം പെട്ടെന്ന് ഒരു താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഈ വല്ലഭൻ എന്ന് പറയുന്ന വ്യക്തിയെ അനുപമനാക്കി മാറ്റിയത് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം ശ്രീരാമചന്ദ്രന്റെ ഭക്തിയുത സേവനത്തിൽ നിമഗ്നനായിരുന്നു അദ്ദേഹം. അപ്പൊ ശ്രീരാമചന്ദ്രനെ അല്ലാതെ മറ്റാരെയും എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചൈതന്യ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണെന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹം സറണ്ടർ ചെയ്യുകയായിരുന്നു. രൂപഗോസ്വാമി രൂപമഞ്ചരി ആയിരുന്നു എന്ന ഗോപികയാണ്. പിന്നെ അതുപോലെ രൂപഗോസ്വാമി കുറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഭക്തിരസാമൃത സിന്ധു. അതിനകത്തൊരു 16 ബുക്കുകളുടെ കാര്യം പറയുന്നുണ്ട്. വിദഗ്ധ മാധവം, ലളിതമാധവം, ദാനകേളി, ഉജ്ജ്വല നീലാമണി, നാടക ചന്ദ്രിക, പദ്യാവലി, ലഘുഭാഗവതാമൃതം, ഇതെല്ലാം രൂപഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അദ്ദേഹം കുടുംബ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു സന്യാസം സ്വീകരിച്ചു. ധനം ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ഒക്കെ അദ്ദേഹം വീതിച്ചു കൊടുത്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ധനം 50% അദ്ദേഹം എന്തിനു വേണ്ടി, ഭഗവത് ഭക്തിയുത സേവനത്തിന് വേണ്ടി, അതായത് സന്യാസി 25% കുടുംബാംഗങ്ങൾക്ക്, 25% വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 50% അദ്ദേഹം ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും കൂടെ വീതിച്ചു കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുത സേവനത്തിന് വേണ്ടി. പിന്നീട് ജഗന്നാഥപുരിയിൽ ചെന്നു ഹരിദാസ് താക്കൂറിനെ കണ്ടു. അവിടുന്ന് ചൈതന്യ മഹാപ്രഭുവിനെയും സഹവാസികളെയൊക്കെ സന്ധിച്ചു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛ അനുസരിച്ചാണ് ശ്ലോകങ്ങൾ എഴുതാൻ അദ്ദേഹം തുടങ്ങിയത്. ലളിതമാധവം, വിദഗ്ധ മാധവം എന്ന ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച് അങ്ങനെയാണ്. പിന്നെ രൂപനും സനാതനും അവര് സഹോദരന്മാരാണ്. വൈഷ്ണവ ധർമ്മത്തെ പിന്തുണയ്ക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ അവര് രചിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചിരുന്നു. കാരണം ഗ്രന്ഥരചനയിലൂടെ, ഇപ്പൊ ശ്രീല പ്രഭുപാദ് പറയുന്ന പോലെ ഗ്രന്ഥരചനയിലൂടെയാണ് നമ്മള് പിന്നെ ഈ ഭഗവത് ശാസ്ത്രം, നമ്മള് ശാസ്ത്രത്തിലൂടെയാണല്ലോ നമ്മൾ അത് പ്രചരിപ്പിക്കേണ്ടത്. അപ്പം ഈ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ളത്, ഇപ്പൊ ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിക്കുന്നു, ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു. ഇതെല്ലാം ആചാര്യന്മാർ എഴുതി നമുക്ക് പുസ്തക രൂപത്തിൽ തന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നത് പഠിക്കാനൊരു ഭാഗ്യമുണ്ടായി, അല്ലെങ്കിൽ അത് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചു ഗ്രന്ഥങ്ങളൊക്കെ ഇവർ എഴുതണമെന്ന്. പിന്നെ അതിനുശേഷം അവരോട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട്. പിന്നീട് അദ്ദേഹം, അതായത് വിവരിക്കാനാവാത്ത തന്നെ ആത്മീയ ഗുരുവിന് സമർപ്പിതനായിരുന്നു എന്ന് പറയുന്നത്, അതായത് സനാതന ഗോസ്വാമി. അപ്പം പണ്ടൊക്കെ ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുമുട്ടലിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറയുമായിരുന്നു. കാരണം അങ്ങനെയൊക്കെ വർഗവിവേചനമൊക്കെ ഉള്ള സമയമായിരുന്നു. സനാതന ഗോസ്വാമി മുസ്ലിം രാജാക്കന്മാരുമായിട്ട് സംസർഗം പുലർത്തിയിരുന്നു.
അദ്ദേഹം വൈദിക നിബന്ധനകൾക്കൊന്നും അത്രമാത്രം ശ്രദ്ധ നൽകിയിരുന്നില്ല. മുസ്ലിം രാജാക്കന്മാരുടെ ഭവനങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് സ്വയം തോന്നി, ഞാനൊരു മുസ്ലിമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടോ എന്ന് സ്വയം തോന്നി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിനയാന്വിതനായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അതാണ് കോൺഷ്യസ്നെസ്, അവബോധം. ഞാനൊരു ഭക്തനാണ്. ഇപ്പൊ മുസ്ലിമിനോട് ഞാൻ അസോസിയേറ്റ് ചെയ്താലും ഞാൻ എപ്പോഴും ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം ആ വിനയം എപ്പോഴും അദ്ദേഹം നിലനിർത്തിയിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് സ്വയം പരിചയപ്പെടുത്തുന്നതും അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഒരു എന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നി. കോംപ്ലക്സ് എന്നല്ല, അതായത് ഞാൻ താഴ്ന്ന കുടുംബത്തിലെ ഒരാളാണ്, അവരുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പെരുമാറ്റം വളരെ അറപ്പുളവാക്കുന്നതാണ്. കാരണം എനിക്ക് അവരുടെ സംസ്കാരവുമായിട്ട് എന്റെ സംസ്കാരം ഇഴുകിച്ചേർന്ന് പോയത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്റെ പെരുമാറ്റം അറപ്പുളവാക്കും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആദരണീയനായ ബ്രാഹ്മണ കുടുംബത്തിലെ ഭാഗമായിരുന്നു. പക്ഷെ സ്വന്തം പെരുമാറ്റം നിന്ദ്യമാണെന്ന് കരുതിയതിനാൽ അദ്ദേഹം ബ്രാഹ്മണരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാറില്ല. കാരണം സേവിക്കുന്നത് മുസ്ലിങ്ങളെയാണ്, അതുകൊണ്ടാ. അപ്പൊ അങ്ങനെ അദ്ദേഹം താഴ്ന്ന ജാതിയുടെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ നിലകൊണ്ടു. പിന്നീട് അദ്ദേഹം ഹരിഭക്തി വിലാസവും ശ്രീമദ് ഭാഗവത ദശമസ്കന്ധന്റെ വ്യാഖ്യാനവും വൈഷ്ണവ തോഷണിയൊക്കെ രചിച്ചു. പിന്നീട് ചൈതന്യ മഹാപ്രഭു അങ്ങനെ 4 മുഖ്യ അനുയായികളിലൂടെ തത്വങ്ങൾ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അചിന്ത്യ ഭേദാഭേദ തത്വം അദ്ദേഹം തന്റെ അനുയായികളിലൂടെയാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതിൽ രാമാനന്ദരായര് അനിതര സാധാരണനാണ്. രാമാനന്ദരായർ എന്ന് പറയുന്നത് അദ്ദേഹം, കാരണം ഒരു ഭക്തന് കാമദേവന്റെ ശക്തിയെ പൂർണ്ണമായി കീഴടക്കാൻ എങ്ങനെയാണെന്ന് കഴിയുന്നതെന്ന് ഈ രാമാനന്ദരായരിലൂടെയാണ് പഠിക്കുന്നത്. രാമാനന്ദരായർ ആക്ച്വലി വിശാഖാദേവിയാണ്. ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഇവർ രണ്ടുപേരൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും മാധുര്യരസത്തിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഭക്തിയുടെ സേവനത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ചൈതന്യ മഹാപ്രഭു ചോദ്യങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് രാമാനന്ദരായ അതിന് ഉത്തരം നൽകി. അതൊക്കെ നമുക്ക് ഇനി ഓരോ അധ്യായങ്ങളിലായിട്ടൊക്കെ ഇതിനകത്ത് പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ, കാമദേവന്റെ ശക്തിയെ പൂർണ്ണമായി കീഴടക്കാൻ കഴിയുന്നു. അതാണ് നമ്മളെ രാമാനന്ദരായര് പഠിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം നാടകമൊക്കെ പരിശീലിപ്പിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ അദ്ദേഹം തന്നെയാണ്, അതിസുന്ദരികളായ പെൺകുട്ടികളെ അദ്ദേഹം തന്നെ കുളിപ്പിച്ച് ഡ്രസ് അണിയിച്ച് പക്ഷെ എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇവരുടെ സൗന്ദര്യത്തിൽ ആകർഷകരായിട്ടില്ല. അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. കുളിപ്പിക്കും, കൈകൊണ്ട് സ്പർശിക്കും, കഴിവൊക്കെ ചെയ്യും. അദ്ദേഹം ശാന്തനായിരുന്നു, അനാസക്തനായിരുന്നു. അതാണ് ഒരു ഭക്തൻ. അതുകൊണ്ടാണ് കാമദേവന്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിവുണ്ട് രാമാനന്ദരായർക്ക് എന്ന് തെളിയിച്ചത്. അപ്പം ഒരു മഹാഭക്തൻ എങ്ങനെയായിരിക്കണമോ അതേപോലെയാണ് രാമാനന്ദരായർ. അദ്ദേഹത്തിന് മാത്രമേ അതിന് കഴിയുള്ളൂ ചൈതന്യ മഹാപ്രഭു തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കലും സ്ത്രീകളുമായിട്ട് ഇടപെട്ടിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും സ്ത്രീകളെ ദൂരെ നിർത്തിയിരുന്നു അദ്ദേഹം. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതൊരു നിയമമാണ്. പിന്നെ അതുപോലെ ദാമോദര പണ്ഡിതൻ. ദാമോദര പണ്ഡിതൻ ഒരു വിമർശകൻ എന്ന നിലയിൽ തന്റെ നിഷ്പക്ഷതയ്ക്ക് അദ്ദേഹവും ശ്രദ്ധേയനായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ പോലും അദ്ദേഹം വിമർശിക്കുമായിരുന്നു. ഈ ദാമോദര പണ്ഡിതൻ അദ്ദേഹം എപ്പോഴും വിമർശിക്കുമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ഇപ്പൊ ഓരോരുത്തരുടെ ഗുണങ്ങളാണ് പറയുന്നത്. ഇപ്പം രാമാനന്ദരായർ ആരാണ്, അതുപോലെ തന്നെ ദാമോദര പണ്ഡിതൻ ആരാണ്, ഹരിദാസ് ഠാക്കൂർ, അവരുടെയൊക്കെ ഓരോ ഗുണങ്ങൾ. ഹരിദാസ് ഠാക്കൂർ സഹിഷ്ണുതയുടെ കാര്യത്തിൽ നിരൂപനാണ്. അതുപോലെ അദ്ദേഹത്തെ നമുക്കറിയാം 22 അങ്ങാടി തെരുവിലൂടെയാണ് പ്രഹരിച്ചപ്പെട്ടത്. നമുക്കതെല്ലാം അറിയാവുന്ന കഥകളാണ്. അതെല്ലാം അദ്ദേഹം സഹിച്ചു. അതുപോലെ സനാതന ഗോസ്വാമിയുടെ മാന്യമായ ബഹുമാന്യനായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വിനയത്തിലും എളിമയിലും അത്യപൂർവമായ സ്വഭാവ ഗുണം. ഇത് ഓരോരുത്തരുടെ സ്വഭാവ ഗുണം. ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത അസോസിയേറ്റ്സ് ആണ് ഇവർ ഓരോരുത്തരും. രാമാനന്ദരായര്, അതുപോലെ തന്നെ ദാമോദര പണ്ഡിതൻ, ഹരിദാസ് ഠാക്കൂർ, അതുപോലെ സനാതന ഗോസ്വാമി. അദ്ദേഹം വിനയത്തിലും എളിമയിലുമാണ് അത്യപൂർവമായിട്ടുള്ള സ്വഭാവ ഗുണം പ്രകടമാക്കിയത്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ തന്റെ ഭരണകൂടത്തിന്റെ സേവനത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ അദ്ദേഹം ഒരു ഉപായം സ്വീകരിച്ചു. അതെല്ലാം മധ്യലീലയിൽ പറയുന്നുണ്ട്.
ആ രോഗചികിത്സയ്ക്കുള്ള അവധിക്കായി മുസ്ലിം ഗവർണറായ നവാബിന് അപേക്ഷ നൽകി. എനിക്ക് രോഗചികിത്സയ്ക്ക് പോകണം, എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീട്ടിൽ ഇരുന്ന് ബ്രാഹ്മണരത്തു ഭാഗവതം പഠിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം. അപ്പൊ ഇത് പിന്നെ അറിഞ്ഞിട്ട് ഗവർണർ എന്ത് ചെയ്തു, നവാബ് ഗോസ്വാമിയുടെ ഉദ്ദേശം അറിയാനായിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പൊ ഒഡീഷയിലെ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം. സനാതനോട് നവാബ് അഭ്യർത്ഥിച്ചു, നീ ഉടനടി എൻ്റെ കൂടെ വരണം, അകമ്പടി സേവിക്കാൻ ഞാൻ ഒഡീഷയിൽ പോകുന്നുണ്ട്, എനിക്ക് പിന്നെ സൈനിക പര്യടനം നടത്തുന്നതിന് അകമ്പടി സേവിക്കണമെന്ന്. അപ്പൊ അത് സനാതന ഗോസ്വാമി നിഷേധിച്ചു. അപ്പം അങ്ങനെ സനാതന ഗോസ്വാമി ജയിലടച്ചു. അങ്ങനെ രൂപ ഗോസ്വാമി വീട് വിട്ടു പോയി. അദ്ദേഹം കുറച്ച് പണം പിന്നെ ആരാന്റെ വ്യാപാരികൾക്കുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അത് ഒരു കുറിപ്പ് എഴുതി ഗോസ്വാമിക്ക് കൊടുത്തു. അപ്പൊ പിന്നെ ഈ സനാതന ഗോസ്വാമി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ആ പൈസ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ പിന്നെ ജയിലിലെ ജയിൽ കാത്ത് സൂക്ഷിപ്പുകാരന് കൈക്കൂലി നൽകിയിട്ട്, നമുക്കറിയാലോ, തടവറയിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് ഈശാനൻ എന്ന് പറഞ്ഞൊരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ബനാറസിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് സ്വർണ്ണ നാണയങ്ങൾ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ സ്വർണ്ണ നാണയം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഈ സത്രം സൂക്ഷിപ്പുകാരന് ഇവരെ രണ്ടുപേരെയും വധിച്ച് ഈ സ്വർണ്ണ നാണയം കൈക്കലാക്കാൻ നോക്കി. അപ്പം ഇത് മനസ്സിലാക്കി സനാതന ഗോസ്വാമി ചോദിച്ചു, നിന്റെ പൈസ വല്ലതും ഉണ്ടോ, അതുകൊണ്ടാണ് ഇവൻ നമ്മളെ കൊല്ലാനുള്ള എന്തോ ഇടപാടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അദ്ദേഹം സമ്മതിച്ചു, എൻ്റെ പൈസ ഉണ്ടെന്ന്, ഈശാനന്റെ കൈവശം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണ്ണ നാണയങ്ങളെല്ലാം ഈ സത്രം സൂക്ഷിപ്പുകാരന് കൊടുത്തിട്ട് വനപ്രദേശം കടത്തി വിടണമെന്ന് അഭ്യർത്ഥിച്ചു, ആരും അറിയാതെ. അപ്പം ഇദ്ദേഹം കൊള്ളക്കാരുടെ നേതാവാണ്. പക്ഷെ ഇവരെന്തായാലും സത്ര സൂക്ഷിപ്പുകാരന്റെ സഹായത്തോടെ പിന്നെ സനാതന ഗോസ്വാമി ഹസാരിബാഗ് എന്നറിയപ്പെടുന്ന ഹസിപൂർ മലകൾ കടന്ന് അദ്ദേഹം പോന്ന വഴിക്ക് തൻ്റെ ശാലൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സഹോദരി ഭർത്താവ് ശ്രീകാന്തനാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടി. അങ്ങനെ ശ്രീകാന്തൻ അവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. അപ്പൊ അങ്ങനെ ശ്രീകാന്തൻ അദ്ദേഹത്തിന് ഒരു വിലയേറിയ ഒരു കമ്പിളി വസ്ത്രം സമ്മാനമായിട്ട് നൽകി. അപ്പൊ അത് ഒരിക്കലും ചൈതന്യ മഹാപ്രഭു കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇത് പിന്നെ നിനക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു അലക്കുകാരൻ അത് കൊടുത്തിട്ട് ഈ കമ്പിളി, ഒരു കീറിയ കമ്പിളി പുതപ്പ് മേടിച്ചു ഈ പുതിയത് കൊടുത്തിട്ട്. പിന്നെ അങ്ങനെ ഏതോ ഒരു വിധത്തിൽ സനാതന വാരണാസിയിൽ എത്തി. ചന്ദ്രശേഖരന്റെ വസതിയിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ പോയി സന്ദർശിച്ചു. അങ്ങനെ അവിടുത്തെ ഭഗവാന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം വളരെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു മുസ്ലിമിന്റെ ഒരു മട്ടവാ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ പോയി അദ്ദേഹം ക്ഷൗരമൊക്കെ ചെയ്ത് ഭിഷാന്തേഹിയുടെ വേഷം സ്വീകരിച്ചത് പിന്നീടാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മഹാരാഷ്ട്ര ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ നിന്ന് പ്രസാദം സേവിച്ചു. മഹാപ്രഭുവായിട്ട് കുറെ സംവാദം. അങ്ങനെ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനി മധ്യലീലയിലൊക്കെ പഠിക്കും. ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് പിന്നെ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്കും രൂപ ഗോസ്വാമിക്കും അദ്ദേഹം ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ വൈഷ്ണവ സദാചാരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഭക്തി സേവനത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാനും വൃന്ദാവനത്തിലെ മൺമറഞ്ഞു പോയ തീർത്ഥസ്ഥലങ്ങളെ പുനരുദ്ധരിക്കാനും സനാതന ഗോസ്വാമിയെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുകയായിരുന്നു. ഇപ്പൊ മൺമറഞ്ഞു പോയ പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പുനരുദ്ധീകരിക്കണം, തീർത്ഥസ്ഥലങ്ങളെ. അപ്പൊ സനാതന ഗോസ്വാമിക്ക് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് ഭഗവാൻ അനുഗ്രഹം നൽകി. അപ്പം അങ്ങനെ ആത്മാരാമ ശ്ലോകം വിശദീകരിച്ചു. 61 വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്നുമായിട്ട് ആത്മാരാമ ശ്ലോകം നമ്മൾ പ്രഥമ സ്കന്ധത്തില് പഠിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ഭഗവാനെ കുറിച്ചാണ് അതിനകത്ത് വർണ്ണിക്കുന്നതെങ്കിലും ആ ആത്മാരാമ ശ്ലോകത്തെ കുറിച്ച് ചൈതന്യ മഹാപ്രഭു 61 വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ ഈ സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യം സാർവഭൗമ ഭട്ടാചാര്യക്ക് ആത്മാരാമ ശ്ലോകം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് സനാതന ഗോസ്വാമി അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, സാർവഭൗമ ഭട്ടാചാര്യൻ അങ്ങ് പറഞ്ഞു കൊടുത്തല്ലോ, അത് എനിക്കൂടെ പറഞ്ഞു തരാനായിട്ട്. അങ്ങനെ അവസാനം അദ്ദേഹം ഈ ആത്മാരാമ ശ്ലോകം അദ്ദേഹത്തിനും പറഞ്ഞു കൊടുത്തു.
പിന്നീട് രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയും ഇപ്പൊ ജീവിച്ചിരുന്ന സ്ഥലം വൃന്ദാവനത്തിലെ ഇന്ന് തീർത്ഥസ്ഥലമാണ്. അപ്പം നമ്മള് വൃന്ദാവനത്തിൽ പോകുമ്പോഴാ ഇംഗ്ലീഷ് ബസാറിൽ നിന്ന് ഏകദേശം 8 മൈൽ തെക്കോട്ടായി സ്ഥിതി ചെയ്യുന്ന ഗുപ്ത വൃന്ദാവനം. അവിടെ പറയുന്ന സ്ഥലങ്ങള് ശ്രീ മദനമോഹന ക്ഷേത്രം, ചൈതന്യ മഹാപ്രഭു ഒരു വൃക്ഷച്ചുവട്ടിൽ വെച്ച് സനാതന ഗോസ്വാമിയെ രാത്രിയിൽ കണ്ടുമുട്ടിയ അതേ കേളീകദംബം വൃക്ഷം, ശ്രീരൂപ ഗോസ്വാമി കുഴപ്പിച്ച രൂപസാഗരം എന്ന വലിയ കുളം, ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും കുളത്തിന്റെ നവീകരണത്തിനുമായിട്ട് അങ്ങനെ ഒരു സമിതിയൊക്കെ രൂപീകരിച്ചു, രാമകേളി സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ ചുരുക്കത്തില ശ്രീലപ്രഭുപാദന്റെ പർപ്പറ്റിൽ കുറെ എഴുതിയിട്ടുണ്ട്, കുറെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഇനി ഇതെല്ലാം വളരെ വിശദീകരിച്ച് ചൈതന്യ മഹാപ്രഭുവും ഈ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയായിട്ടുള്ള ലീലകളും അവരുടെ ചർച്ചകളും എല്ലാം നമുക്ക് വളരെ വിശദീകരിച്ച് ഓരോ അധ്യായത്തിലൂടെ നമുക്ക് ശ്രവിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. സമയം കുറച്ച് അതിക്രമിച്ചു. താങ്ക് യു വെരി മച്ച്. हरे कृष्णा जी। गुरुदेव की जय। चैतन्य चरितामृत की जय। हरे कृष्णा। जय। पंचकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो। हरे कृष्ण माताजी। हरे कृष्ण। हरि बोल। हरियो। हरे कृष्णा जी। क्लोज हरे ചെയ്യട്ടാ മാജി? हरे कृष्ण। ആ പറയണം മാജി. ഓ യെസ് മാജി, കേൾക്കുന്നുണ്ട്. ശരി മാതാജി. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ, മാതാജി ഇല്ലാന്ന് തോന്നുന്നു. ചെയ്തോളാം.